ഞാൻ ഇത്രയും വലിയ ആളാവാൻ കാരണം ഇദ്ദേഹമാണ്. രാത്രി 1 മണിയായി. ഈ സമയത്താരാ വന്നിരിക്കുന്നേ? നേരവും കാലവും ഇല്ലാതെ ഓരോരുത്തർ വരും. ഇവിടെ കിട്ടുന്ന വെള്ളം തന്റെ തന്തയുടെ വീട്ടിലെ സ്വത്തൊന്നല്ലോ. തന്നെയൊക്കെ ഉണ്ടല്ലോ. ഓഹോഹോ, ടിവിയിലുള്ള ശ്രദ്ധയൊന്നും തനിക്ക് വെള്ളത്തിനോട് കാണിക്കാൻ പറ്റില്ലല്ലേ? ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലേ? ഇങ്ങനെ വെള്ളം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ 10 ദിവസം കിട്ടുന്ന വെള്ളം 1 ദിവസത്തിനുള്ളിൽ തരും. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ എത്ര ദൂരമാണ് ദിവസവും അലഞ്ഞു തിരിഞ്ഞ് സ്ട്രൈക്ക് ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നും രാവിലെ പേപ്പർ വായിക്കാറില്ലേ? എന്നിട്ടും അറിയില്ലേ തനിക്ക്? ഇതിനുശേഷം എന്താ ചെയ്യാൻ പോകുന്നത്? ശരി മോളെ, ഞങ്ങളുടെ വീട്ടിലത്തെ വെള്ളം അല്ലാതെ അടുത്ത വീട്ടിലത്തെ വെള്ളം പാഴാകാതെ നോക്കാം. അവനവന്റെ വീട്ടിലെ വെള്ളം വേസ്റ്റ് ചെയ്യാതിരുന്നാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. നാളെ മുതൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇപ്പൊ ചെല്ല്, ആ മോട്ടർ ഓഫ് ചെയ്യ്. മച്ചാനെ, നമ്മള് കഴിച്ച ഭക്ഷണമൊക്കെ താഴെ വലിച്ചെറിയാൻ പോയപ്പോ ഒരു പെണ്ണിന്റെ തലയിൽ പോയി വീണടാ അത്. എടാ മച്ചു, നീ എന്തിനാ പേടിക്കുന്നത്? അത് സിമ്പിൾ മാറ്റർ അല്ലേ, ഞാൻ നോയിക്കോളന്നേ. ആരാ എറിഞ്ഞെന്ന് തന്നോടല്ലേ ചോദിക്കുന്നേ? ആരാ എറിഞ്ഞെന്ന്? ചവറ് വലിച്ചെറിയുന്നോ? റോഡില് ചവറട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? വേറെ എവിടെ ഇടാനാ? നീ അല്ലേടത് ചവറ് വലിച്ചെറിഞ്ഞത്? വാ തുറന്ന് പറയടോ. ഹലോ ഹലോ, പെണ്ണെന്ന് വിചാരിക്കുമ്പോ എന്താ കേറി ഷൈൻ ചെയ്യാം? അതേടാ, നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഇനിയും തല്ലും ഞാൻ. നിങ്ങൾ വെറുതെ ഇരുന്നതുകൊണ്ടോ എന്റെ മേൽ ചവറ് വലിച്ചെറിഞ്ഞതുകൊണ്ടോ അല്ല ഞാൻ നിന്നെ അടിച്ചത്. നിന്നെ പോലുള്ള കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ നടു റോഡിലെ ചവറ് വലിച്ചെറിഞ്ഞ, അത് തോന്നുന്ന സ്ഥലത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞ നമ്മുടെ സൊസൈറ്റി എങ്ങനെ വൃത്തിയായിരിക്കണ? അവനവൻ തന്റെ വീടിനടുത്തുള്ള പരിസരം വൃത്തിയാക്കി വെച്ചാൽ തന്നെ മതി. പിന്നെ എല്ലാ സ്ഥലവും താനെ വൃത്തിയായിക്കോളും. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി ആരെങ്കിലും ഒരാള് റോഡിൽ ചവറ് വലിച്ചെറിഞ്ഞത് കണ്ട എല്ലാത്തിനും വെട്ടി അരിയും ഞാൻ. എത്ര വലിയ ക്യാരക്ടറാന്നറിയോ? നമ്മുടെ സമുദായത്തിന് നല്ലൊരു മെസ്സേജ് ആണ് സാറേ. ക്ലൈമാക്സിന്റെ കാര്യമാണ് പറയേ വേണ്ട സാറേ. ഫുൾ സിനിമയും ഹീറോയുടെ മേത്താണ് പോകുന്നത്. ഈ കഥയിലെ ഹീറോയും ഹീറോയിനും ഒക്കെ നിങ്ങളുടെ മകളാ സാറേ. സിനിമ 100% ഗ്യാരണ്ടി ഹിറ്റ് സാറേ. സാറേ, സാറിന്റെ മോക്ക് നല്ലൊരു ലൈഫ് ഉണ്ട് കേട്ടോ. എടോ ഡയറക്ടറെ, എന്റെ മകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞിട്ടും താൻ ഇവിടെ വന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുന്നു. ശരിയല്ലേ? തന്റെ പേരെന്താ? ഡയറക്ടർ. ശരിക്കുള്ള പേരോടോ ചോദിച്ചേ? ഭൂതക്കണ്ണാടി മോഹൻരാജ്. സിനിമ ഡയറക്ടർ ആകാൻ വേണ്ടി തന്നെ പേര് മാറ്റിക്കളഞ്ഞു ഞാൻ. ചോദിച്ചാ തല്ലും. ഓ, ഇനി ഒരു തവണ കൂടി താൻ എന്റെ മോള് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ 2 വെച്ചരും പറഞ്ഞേക്കാം. പക്ഷേ എന്റെ മോൾക്ക് ഇതിൽ താല്പര്യമാണെങ്കിൽ കോളേജിന് മുമ്പിൽ വെച്ച് കിട്ടിയതൊന്നും മതിയായില്ലേ?
നേരം വെളുത്ത ഉടനെ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പോടോ ഇവിടുന്ന്. എന്താ മേഡം, ഇതിന്റെ ആദ്യത്തെ പടവാ. ഒന്ന് സമ്മതിക്കൂ മേഡം. എടോ എഴുന്നേറ്റ് പോകുന്നുണ്ടോ? മോളെ ഒന്ന് മാന്യമായിട്ട് സംസാരിക്കും. അല്ല അച്ഛാ, ഇവനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. ഒന്ന് മയത്തി സംസാരിച്ച തലേ കയറി ഇരുന്നോളൂ. എടോ പോവാനല്ല പറഞ്ഞത്. എന്താ മേഡം നിങ്ങള് ഇപ്പൊ പോകുന്നു? എന്റെ എല്ലാ സിനിമകളിലും നിങ്ങൾ തന്നെ ഹീറോയിൻ. ഞാൻ തീരുമാനിച്ചു. എന്നോടാണോ? ഏതാ മോളെ ഈ മരമണ്ടൻ? ഹലോ, പോലീസ് സ്റ്റേഷൻ. Jumping up, stress. Feel the rhythm on the bass bar. Feel the rhythm on the bass bar. Stress. Temperature is rising up. Stress. Temperature is rising up. If any woman comes around trying to test me, feel the rhythm on the bass bar. എന്താടോ ഇതൊക്കെ? സർ, അതെന്താ പറ്റിയെന്ന് വെച്ചാൽ, എക്സ്ക്യൂസ് മീ സർ. യെസ്, കമ്മിങ്. പ്ലീസ്. താങ്ക് യു സർ. പറയൂ സമർ. ഒന്നുമില്ല സർ, 15 days ആയിട്ട് ഞാൻ നിങ്ങളെ അബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കുന്നു. എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് ഒരു പേടി അറിയുന്നുണ്ട്. സാറാണ് ഈ കോളേജിന്റെ പില്ലർ. സാർ ഇങ്ങനെ എന്നാൽ ശരിയാവില്ല. പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണലായിട്ട് ചെയ്യാം. കോളേജ് ബന്ധപ്പെട്ടതാണെങ്കിൽ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ് സർ. സമർ, ഒരു മിനിറ്റ്. പേഴ്സണല്. ഓക്കെ സർ. ചേട്ടാ. ശരി ചേട്ടാ. എമൗണ്ട് വാങ്ങിച്ചിട്ട് അഗ്രിമെന്റിൽ സൈൻ ഇട്. ഈ കോളേജിന്റെ ഓപ്പോസിറ്റിലുള്ള ഒഴിഞ്ഞ സ്ഥലം മേടിച്ച് നിങ്ങൾ വൈൻ ഷോപ്പിൽ കെട്ടിയ ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ കാര്യം എന്താവും? നിങ്ങൾക്ക് പെർമിഷനും കിട്ടില്ലല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കിക്കോളാം. 15 ദിവസമായിട്ട് ഒരു ഡയലോഗ് തന്നെ പറയുന്നല്ലോ. ശരിയല്ലല്ലോ. നോക്ക് പ്രിൻസിപ്പളെ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വളർന്നവനാ ഞാൻ. ആരെയും ബഹുമാനിച്ചിട്ടില്ല. ആദ്യമായിട്ട് പൈസ തന്ന് ചോദിക്കുക. മിണ്ടാതെ സൈൻ ഇട്ടോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സൈൻ ചെയ്യില്ല. പൊക്കടാ അവളെ. ഇങ്ങോട്ട് വാടി. വരാനല്ലേ പറഞ്ഞ? ഇങ്ങോട്ട് വരാ. ആരാടാ നീ? എന്റെ പിള്ളേരുടെ ദേഹത്ത് നീ കൈവയ്ക്കോ? If any woman comes around trying to test me, if any woman comes around trying to test me, jump it up, stress. Feel the rhythm on the bass bar, feel the rhythm on the bass bar, stress.
Temperature is rising up. Temperature is rising up. If any woman comes around trying to test me. കോളേജ് ഗേറ്റിൽ നിന്ന് ഒരു കമ്പ് പോലെ എടുക്കാൻ സമ്മതിക്കാത്ത ഞങ്ങള് കാലേറ്റുള്ള സ്ഥലം വിട്ടുകൊടുക്കോ? ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങളൊക്കെ ഒരു ആണുങ്ങളാണോടാ? എടാ, ഈ പാവം, പുണ്യം, മാനം, മര്യാദ ഇതൊന്നും എനിക്കറിയില്ലടാ. റൗഡി എന്ന് പേരെടുത്ത ഒരുത്തനെ മണ്ണിനെയും പെണ്ണിനെയും ഒരിക്കലും വെറുതെ വിടില്ലടാ. കാരണം ഞാൻ ആണാണെന്ന്. ഓടിക്കോ ഓടിക്കോ. സർ, നിങ്ങളടുത്ത് ഒരു സൈൻ വാങ്ങിക്കാൻ വേണ്ടി അവര് പരിമളത്തിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതിനുവേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. സാർ എന്തിനാ പേടിക്കുന്നത്? സമർ സാറ് എന്നെ മാത്രമല്ല ഈ കോളേജിലുള്ള എല്ലാവരെയാണ് രക്ഷിച്ചിരിക്കുന്നത്. ഡോണ്ട് വറി സർ, ഞങ്ങൾ ഞങ്ങളുടെ കോളേജിന്റെ അഭിമാനം ഒരിക്കലും ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല. എല്ലാവരും അവരവരുടെ ക്ലാസ് റൂമിലേക്ക് പോകൂ. സമർ, നീ സ്റ്റാഫ് റൂമിലേക്ക് പോ. രാജു, ബാലു, ഇവറ്റുകളെ എല്ലാത്തിനെയും തല്ലി ലോക്കപ്പിലാക്ക്. അതല്ല, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? സ്വത്തും വീടൊക്കെ വിറ്റ് അത് ഡൊണേഷനായി വാങ്ങുന്ന കോളേജുകൾ ഇവിടെ ധാരാളമുണ്ട്. അതെല്ലാം വിട്ടേക്ക്. ഈ ഡൊണേഷന്റെ പേരും പറഞ്ഞ് സ്റ്റുഡൻസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നല്ലതുപോലെ പഠിപ്പിക്കുന്നു എന്ന നല്ല പേരുള്ള ഒരു നല്ല കോളേജാണിത്. ഇതുപോലെയുള്ള കോളേജുകൾ ഇനിയും ഒരുപാട് ഉണ്ടാവണം സാർ. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട. അവൻ തന്ന 10 ലക്ഷം രൂപയിൽ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങ് ചെയ്യുക. പറ്റാവുന്ന അത്രയും പേർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കും. അതായത് നല്ലതിൽ നിന്ന് ചീത്തയും ഉണ്ടാവണം, ചീത്തയിൽ നിന്ന് നല്ലതും ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഞാനെടുക്കുന്ന നിലപാടുകൾ അത്തരത്തിലുള്ളതാണ്. നിങ്ങളൊന്നും വിഷമിക്കേണ്ട സാർ. ഇവനെ പോലെയുള്ളവരൊക്കെ ലോക്കപ്പിലിട്ട് നല്ല ചാമ്പ്യ എല്ലാം നന്നായിട്ട് ABCD പഠിച്ചോളും. അവരെ ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടേക്കാം.
കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സാർ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് വന്നേക്കാം. പോയിട്ട് വരാം സാർ. ഓക്കെ സാർ. പുഴയോരത്ത് പൂത്തോണിയെത്തില്ല, പുഴയോരത്ത് പൂത്തോണിയെത്തില്ല, മന്ദാരം പൂക്കും കാലെടുത്ത് നീ എന്റെ മേത്തോട്ട് വെക്കുവല്ലടാ, മാറി കിടക്കണം. മന്ദാരം പൂക്കും മറുതീരത്താടും, പുഴയോരത്ത് ഓടുന്നുണ്ടോ? പുഴയോരത്ത് പൂന്തോണിയെത്തിയില്ല. എണീറ്റ് പോടാ, എണീറ്റ് പോവാൻ. ഇവിടെ എന്ത് കാണിച്ചോണ്ടിരിക്കടാ? ഇവിടെ ഇല്ലാത്തവൻ ക്യാമറ വെക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നേ. ഒന്ന് മാറി പോടാ, അല്ലെങ്കിൽ ഡയറക്ടർ ഞങ്ങളായിരിക്കും വഴക്ക് പറയുന്നത്. ആരാ പൈക്ക് പറഞ്ഞത്? ഡയറക്ടർ എന്നെ വഴക്ക് പറയൂ. പൊട്ട എന്താ? ഞാനാടാ നിന്റെ ഡയറക്ടർ. എടാ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വാടാ. സ്വപ്നമായിരുന്നു. ഇവരെന്റെ ജീവൻ എടുക്കും. ഇയാൾ എനിക്കിട്ട് നല്ലൊരു പണിയാണല്ലോ തന്നത്. എടാ എഴുന്നേറ്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഉറക്കത്തിൽ ഇരുന്നോണ്ട് തന്നെ വർക്ക് ചെയ്യാ. ഇങ്ങനെയാണെങ്കി എല്ലാ ജോലിയും സ്വപ്നത്തിൽ തന്നെ തീർക്കുമല്ലോ നീ. കണ്ടില്ലേ ഈ പണ്ടാരക്കാലിനെ? കണ്ടില്ലേ? സ്വപ്നത്തിലാണ് അവൻ ഈ ആക്ഷനൊക്കെ കാണിക്കുന്നത്. സാറേ, ഞാൻ സ്വപ്നത്തിൽ നിന്ന് എണീറ്റില്ലേ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞാ മതി. ഒന്നും ചെയ്യണ്ട. പ്രകൃതിയെ കുറിച്ച് ഒരു സോങ് എഴുതിയിട്ടുണ്ട്, കേക്ക്. ദേവാരാമമാണോ സ്നേഹമുകിലിൻ രാഗമാണോ? ദേവാരാമമാണോ സ്നേഹമുകിലിൻ രാഗമാണോ? നിഴലതിലെൻ നിറമോ നദിയേകി, കൂവളമോ കുറുവാൽ മിഴിയേകി, കുനുകിളികൾ മൊഴിയേകി, ജലഗതികൾ പദമാടി, പുതുപൂക്കൾ മെഴിവേകി, ചെറുകനവിൻ ചിറകേകി. നിഴലതിലെൻ നിറമോ നദിയേകി, കൂവളമോ കുറുവാൽ മിഴിയേകി. പ്രണവമന്ത്രമോദി കാറ്റുരുമ്മി പൂമൂളി, പാൽപ്പുഴ കൈക്കുമ്പിളിലെ തോണികൾ കൈകോർത്തുരുമ്മി, ഇലയാടമൈയണിഞ്ഞോരീരൻ പൊൻപുലരി കുഞ്ഞുരങ്ങും നേരം, കളിയൂഞ്ഞാൽ തേരിൽ മഴവില്ലിൻ നൂൽ പാകി, മഴവില്ലിൻ നൂൽ പാകി. ദേവാരാമമാണോ സ്നേഹമുകിലിൻ രാഗമാണോ? കോകിലങ്ങൾ കുഴലൂതി, പഞ്ചമത്തിൽ സ്വരമേകി, നീലനിറപ്പീലികളായി കണ്ണിൽ കുറുമ്പേരി, ആകാശക്കോവിലിലെ ദേവരുള്ളിൽ തുടിമീട്ടി, മെയ്യുലാവും നീലിവയിൽ വിശ്വമേതുല
ഒരു തവണ കൂടി പറഞ്ഞു. എന്താ വീണ്ടും സ്വപ്നമാണോ? നീ താല്പര്യത്തോടെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചല്ലേ ഞാൻ കഥ പറഞ്ഞോണ്ടിരുന്നത്. മണാള ഞാൻ എന്താ സാറേ ചെയ്ത്? ആട്ടെ, സോങ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ കൊരങ്ങേ, ഞാൻ നിന്നോട് ചോദിച്ചോടാ. എന്താ ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നത്? ആരാത്? നിക്ക് നിക്ക് നിക്ക്, എന്താ ഇതൊക്കെ? എന്താന്നോ? എന്താ നിങ്ങൾ ചോദിക്കുന്നേ? അത് ശരി, ഇതൊക്കെ എന്താന്ന് സത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഞാൻ തന്റെ ഭാര്യയാണോ? പോടി വാടിന്ന് വിളിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താടോ വാടി പോടിന്ന് വിളിച്ചത് മാത്രല്ല മുടിയെ പിടിക്കുന്നോ? തന്റെ ചരിത്രം മുഴുവൻ എന്റെ കയ്യിലുണ്ട്, നോക്കങ്ങോട്ട്. എന്താണത്? ഇതെന്താന്ന് അറിയില്ലേ? ഓ, ഞാൻ കേട്ടതിൽ മറന്നുപോയല്ലോ. എടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആരാടാ നീ? നീയാണോ ഈ ഏരിയയിലെ കൗൺസിലർ? പറടാ. അത് തന്നെയാ. എന്തിനാ ചവറൊക്കെ ഇവിടെ ഇട്ടത്? അത് ശരി, ഇത് ചവറാണെന്ന് ഇപ്പോഴാണോ മനസ്സിലായത്? എന്നോട് ചോദിക്കുന്നതിലും ഭേദം അവരോട് ചോദിക്കുന്നതാ. നടക്കങ്ങോട്ട്. എന്തിനാണ് ഈ ചവറൊക്കെ എന്റെ വീടിന് മുന്നിൽ കൊണ്ടുവന്നിട്ടത്? എന്താണ് നീ വിചാരിച്ചത്? മതി, ഒരുപാട് സംസാരിക്കണ്ട. ഇവിടെ ചവറിടാൻ പാടില്ല. അടുത്ത് ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ്, അവിടെ നാറ്റം ഉണ്ടാവും. കാറ്റടിക്കുമ്പോൾ ഈ ചവറൊക്കെ വീട്ടിന്റെ അടുത്തേക്ക് വരുന്നു ഞാൻ കുറെ പ്രാവശ്യം നിങ്ങളോട് കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും കേട്ടില്ല. നിങ്ങളുടെ അടുത്ത് റെസ്പോൺസേ ഇല്ല. എപ്പം നോക്കിയാലും നിങ്ങൾ ചവറ് ഇവിടെയാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചവറെടുത്ത് നിങ്ങളുടെ വാതിക്കെ കൊണ്ടുവിട്ടത്. ഇതിന്റെ സ്മെല്ല് പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സ്മെല്ല് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുക? ഒന്ന് പറഞ്ഞേ. നീയൊക്കെ ഗ്രാമത്തിൽ നിന്ന് വന്നല്ലടാ, ലോ ക്ലാസ് ആൾക്കാര്. ഞാൻ അങ്ങനെ പലതും ചെയ്യൂടാ. ലോ ക്ലാസ് ഞാനല്ല, നിങ്ങളാണ്. ഏയ്, ഇവിടെ റേസ് ആയത് ഞാനല്ല, റേസ് ആയത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ. മര്യാദയ്ക്ക് ഞങ്ങളോട് സോറി ചോദിച്ചിട്ട് ഈ ചവറലിനടുത്ത് ഒരു സൈഡിൽ മാറ്റി വെച്ചേക്ക്. ഇവന്മാരെ ഇപ്പൊ എതിർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഗിഫ്റ്റ് തരേണ്ടവരൊക്കെ മുമ്പോട്ട് വന്ന് നിൽക്കേ. തരൂ. ഇതിനകത്ത് എന്താ ഒരു വെയിറ്റും ഇല്ലാത്ത? തരൂ. അയ്യോ, 100 രൂപയുള്ളോ? മണ്ഡപത്തിന്റെ വാടക കൊടുക്കാൻ പോലും കാശ് തികയില്ലല്ലോ. ആരെങ്കിലും ഇത്തിരി കൂടുതൽ കൊണ്ടുവരണ്ടേ ഈശ്വര. ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണല്ലോ. കാശില്ലേ സാറേ? അത് പിന്നെ ഓസിൽ തിന്നാൻ വന്നിരിക്കുക. കണ്ടിട്ട് വലിയ ആരോ എന്ന് തോന്നി. കാലി കവറും കൊണ്ട് വന്നേക്കുന്നു. ഈശ്വരാ, ഇതിങ്ങനെ പോയ എന്റെ ഗതി എന്തായി തീരുവോ? ഇതിലൊന്നുമില്ല. ഒരു മിനിറ്റ്, ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പൊ വരാട്ടോ. അല്ല ചേട്ടാ, എത്ര രൂപ വെക്കുന്നേ? ഇവർക്കൊക്കെ എന്തിനാ 500 രൂപ? 100 രൂപ കൊടുത്താ പോരെ ചേട്ടാ? ഹലോ ഹലോ. ഇതാ മോളെ. കവറ് കണ്ടിട്ട് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഏരിയയിൽ താമസിക്കുന്ന നമ്മുടെ ex-MLA, ദാനവീര ശൂരകർണനായ, പാവങ്ങളുടെ പങ്കാളിയായ, ജനങ്ങളെ സഹായിക്കുന്നതാണ് യഥാർത്ഥ സഹായം എന്ന് പറയുന്ന ഇദ്ദേഹം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ അശോക ചക്രവർത്തിയായ ഇദ്ദേഹം എന്റെ അനുജത്തിയുടെ കല്യാണത്തിന് 100 രൂപ ഗിഫ്റ്റായി തന്നിരിക്കുന്നു. അയ്യോ, അവൾ എത്രയാ കൊടുക്കുന്നെന്ന് മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ 100 രൂപ എടുത്ത് മാറ്റി 2000 രൂപ വെക്കി ചേട്ടാ. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. താൻ എത്രയാ കൊണ്ടുവന്നിരിക്കുന്നത്? വെക്കാം. 100 രൂപയ്ക്ക് പകരം 200 രൂപ വെച്ചേക്കാം. മൈക്കിൽ അനൗൺസ് ചെയ്തത് ഏതായാലും നന്നായി.
ഭക്ഷണം കഴിച്ചിട്ട് പോണേ. രക്ഷപ്പെട്ടു. ആവശ്യത്തിൽ കൂടുതൽ കാശായി. കാശ് 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 ആ, കാശ് 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 കാശ്. അല്ല ഇല എടുക്കാതെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എടോ, ജോലിക്കാരുടെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് കാശ് തരാൻ വഴിയില്ല. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് പോടോ. ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കേ എന്റെ അമ്മ, എന്താണ് ഇവിടെ പ്രശ്നം? ചേച്ചി, ഇവിടെ ഇരുന്നവരെല്ലാം കല്യാണത്തിന് വെറും 100 രൂപ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മതിയെന്ന് സംസാരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഇത് എന്റെ വീട്ടിലെ കല്യാണാണെങ്കിൽ കാശ് എങ്ങനെ മേടിച്ചെടുക്കുമെന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. ഒരു വീക്ക് വെച്ചിരുന്ന് വിരുന്നുകാരെടുത്തോണോടി വഴക്കുണ്ടാക്കുന്നത്. പോയി പണി നോക്ക്, മുഖം തുടയ്ക്ക്. എടാ നൈസ്, നമ്മുടെ നരി എവിടെയാടാ? രാവിലെ തന്നെ ലൂസ് മോഷൻ ആയിട്ട് റൂമിലുണ്ട് സാറേ. അയ്യോ, ഡയറക്ടർ ക്രോസ് ചെയ്യണോ നീ? എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഔസേപ്പച്ചനോട് കഥ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഞാനൊരു സ്വന്തം വീട്ടിലോട്ട് കയറി പോകുന്നവരാണല്ലോ. എടോ, ഞാൻ പ്രകൃതി സിനിമയുടെ ഡയറക്ടറാണ്. ഇതിൽ സൈൻ ചെയ്ത് പേരെഴുതിക്കോളൂ. ശരി ശരി, നീ എഴുതിക്കോ, ഞാൻ പിന്നെ സൈൻ ഇട്ടോളാം. ശരി, പേര് പറ. ചോദിച്ചാ തല്ലും. എന്താ ചോദിച്ചാ തല്ലും. പേര് ചോദിച്ചാ തല്ലുന്നോ? ആ, ഡോ ഒന്ന് കറക്റ്റ് ആയിട്ട് പറ. ചോദിച്ചാ തല്ലെന്ന് പറഞ്ഞാ കേട്ടോടാടാ നിനക്ക്? ആരടാ ഇവനൊരു മരമാക്രേ? പേര് ചോദിച്ചാ തല്ലൂല്ലേ? തല്ലൂടാ താൻ. പേര് ചോദിച്ചാ താൻ തല്ലൂല്ലേ? അടിക്കരുത്. ഇവരാരെന്നറിയോ? ഭൂത കണ്ണാടി മോഹൻ രാജ. സിനിമ ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞ് പേര് വ്യത്യാസമായിരിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചടിക്കണമെന്നും പറഞ്ഞ് വ്യത്യാസമായി പേര് വെച്ചിരിക്കുക. ഭൂതക്കണ്ണാടി മോഹൻ രാജ. എന്തൊരു ഗതികേടാ നോക്കോണേ. ഈ ദരിദ്രവാസിയുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ തല്ലു മേടിക്കേണ്ടി വന്നല്ലോ. ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ, ഇവൻ നമ്മളെ പച്ചയ്ക്ക് കടിച്ചു കയറി തിന്നാ തോന്നുന്നത്. ഇനി എനിക്ക് തല്ലു മേടിക്കാൻ വയ്യ, ഞാൻ പോവാ. മോനെ, എന്താ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മണ്ഡപത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ മാസത്തെ ശമ്പളം മേടിച്ചോണ്ട് വരണേ. അമ്മ, കോളേജിൽ ടെമ്പററി ആയിട്ട് ലെക്ചറിന്റെ ജോലി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ലൈഫ് ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് പോകും. ഒന്നും വേണ്ട അമ്മ വീട്ടിലിരിക്കുന്ന പറഞ്ഞ അമ്മ എന്താ കേൾക്കുന്നേയില്ലല്ലോ. അങ്ങനെയല്ല മോനെ, ആ ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടി അവര് കാശെങ്ങാനും ചോദിച്ചാ അന്ന് ആരുടെ അടുത്ത് കൈനീട്ടാതെ ഇപ്പൊ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ? ലവ് യു അമ്മ. ഇപ്പൊ തന്നെ ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് വരാം. പക്ഷെ നാളെ തൊട്ട് അമ്മ ജോലിക്ക് പോകാൻ പാടില്ല. ഇത്രയും ദിവസമായിട്ട് ഞാൻ അമ്മയുടെ കുട്ടിയായിരുന്നു. പക്ഷേ ഇനി മുതൽ അമ്മയാണ് എന്റെ കുട്ടി. ഐ ലവ് യു സർ. സാർ അല്ലേ പറയാറുള്ളത് ഞാൻ കാത്തിരുന്നോണ്ടിരുന്നാൽ? സാറാണെങ്കിൽ എന്നെ ഒന്ന് നോക്കുന്നത് പോലും ഇല്ലല്ലോ. ബട്ട് ഐ ലവ് യു ലോട്ട് സർ. ഹലോ. ഹായ്. എന്താണ് സർ ഇത്? അക്ഷയ പാത്രം നിങ്ങൾക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിട്ട് വന്നത്. ഇതിൽ എന്താണുള്ളത് സർ? മുത്തുകൾ. ആ, മുത്തുകളോ? കേറി വരൂ സർ. ഈ പ്രേമെന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ കൊടുത്താലും അതൊരിക്കലും തികയില്ല. അതുകൊണ്ടാണ് നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ കൊണ്ടുവന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാ ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാകും. നീ എന്നെ എത്ര സ്നേഹിക്കുന്നുവോ, ഞാൻ നിനക്ക് എത്ര ചുംബനങ്ങൾ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടോ, അതെല്ലാം നീ എനിക്ക് ലൈവായിട്ട് തരണം. സർ, ഇതൊന്ന് പിടിക്കൂ. പ്രേമിച്ചതിന് ശേഷം എല്ലാവർക്കും കിസ് കിട്ടുന്നത്, പക്ഷെ എന്റെ കാര്യത്തിൽ കിസ്സിന് ശേഷമാണ് പ്രേമം. സർ, ഓരോ
മാസവും നിങ്ങളുടെ അമ്മയുടെ ശമ്പളം ഞാൻ വാങ്ങിച്ചോണ്ട് പോകുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബട്ട് ആദ്യമായിട്ടാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിയതെന്ന് വേണം പറയാൻ. And I'm really lucky. And I love... Hey, no. ഞാൻ പറഞ്ഞ സ്റ്റൈലാണ് നീ പ്രപ്പോസ് ചെയ്യേണ്ടത്. അത് ശരി, സ്വപ്നായിരുന്നോ? ഹലോ. ഹായ്. അകത്തേക്ക് വരൂ സർ. ഓക്കെ. സർ, എനിക്കൊരാളെ ഒരുപാട് ഇഷ്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതെന്തായാലും ഓക്കെ ആയി സർ. ഇവളെപ്പോഴാ പറഞ്ഞത്? അയ്യോ സർ, മറന്നോ? അത് സാരല്ല, വിട്ടേക്കുന്നേ. അതെയോ? പോട്ടെ, വിട്ടേക്ക്. ആരാവൻ? റിലേഷൻ ആണോ? അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ സർ. എന്റെ സ്വപ്നത്തിൽ വന്ന ആളെ എന്റെ കണ്ണി തന്നെയുണ്ട്. സർ നോക്കിക്കോ. ഓ, സ്വപ്നത്തിൽ വന്നതാണോ? അയ്യോ, സ്നേഹിക്കുന്ന ചെറുക്കൻ മനസ്സിൽ വന്ന അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അവനെ കുറിച്ച് വെറുതെ ആലോചിക്കാതെ അച്ഛൻ എവിടെയാണെന്നൊന്ന് പറ. അമ്മയുടെ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം. ശരി, അവിടെ നിൽക്കൂ. അച്ഛൻ പുറത്തു പോയിരിക്കാണ്. പൈസ എവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നത്? താങ്ക്സ്. ഞാൻ വന്ന കാര്യം പറയാൻ മറക്കല്ലേ. ഓ ഹായ്. അമ്മയുടെ പണം വാങ്ങാൻ വേണ്ടി വന്നതാണോ? See you. Bye. ഓക്കെ. ആ കീ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു വർഷമായിട്ട് നീ അറിയാതെ ഞാൻ നിന്നെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ് പരിമളെ. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എപ്പോഴും നിന്നെ മാത്രം ഓർത്തിരിക്കുന്ന എന്നോട് നീ ഒന്ന് കരുണ കാണിക്കേ. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അകത്തേക്ക് വാ. ടുഡേസ് കോഫി സർ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ കാര്യം? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് സ്വപ്നത്തിൽ വന്നാ അവരുടെ മനസ്സിൽ നമ്മളും ഉണ്ടാവില്ലേ? ഇക്കാര്യം നീ എന്നോട് തന്നെ വന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്കും എന്നോട് എന്തോ സംതിങ് ഉണ്ട്. അതാരാണെന്നൊന്ന് അറിയാൻ പറ്റുമോ? സമയം വരുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. മോസ്റ്റ്ലി ആരോ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പേടിക്കണ്ട. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള രാജകുമാരനെ നിങ്ങളുടെ സ്വപ്ന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കണ്ണുകളിൽ നോക്കി സംസാരിച്ച് അയാളുടെ മനസ്സിലുള്ളത് വായിച്ചെടുക്കാം. താങ്ക് യു സർ. ദാ കോഫി കുടിച്ചോളൂ. നിർത്ത്. എന്താണ് പറഞ്ഞോ? ഞാൻ ജോലി ചെയ്യുന്ന കല്യാണ മണ്ഡപമില്ലേ, അവിടെയാ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടത്. ഇവള് അവനെയാ പ്രേമിക്കുന്നത്. അവിടെ ഒരു മൂലയ്ക്ക് നിന്ന് കരയായിരുന്നു. അതുകൊണ്ടാ ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വന്നത്. എന്താ ചെയ്യാ? ശരി, ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഫോണും തന്നെ. ആ ഫോൺ അങ്ങോട്ട് കൊടുത്തേ. സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫ് ആയോ? ബെല്ലടിക്കുന്നുണ്ട്. അയ്യോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഗ്രഹാരത്തിന്റെ അടുത്തുള്ള ശങ്കരാമഠത്തിലേക്ക് വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. ചപ്പും ചവറും എടുത്ത് ഒരു സൈഡിൽ വെക്കുന്നത് പോലെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ വെക്കാൻ പറ്റില്ല സർ. മതി, നിർത്ത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും ഞങ്ങളുടെ വേദന? 20 വർഷം കണ്ണേ കരള എന്ന് പറഞ്ഞ് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് സ്നേഹിച്ച് വളർത്തിയ മോള് കല്യാണം കഴിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് മറ്റൊന്നിലും കിട്ടില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഹാഭാവി ഞങ്ങളുടെ അടുത്തുനിന്ന് ഏതോ മന്ത്രം ചൊല്ലി എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ഞങ്ങളിപ്പോ അപമാനിതരായിരിക്കുക. അതെല്ലാം പോട്ടെ, എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയ ഇവനുണ്ടല്ലോ, കാശിന് വകയില്ലാത്തവനാ. 10 രൂപ പോലും ഇല്ല എന്റെ അടുത്ത്. ഇങ്ങനെയുള്ളവൻ എന്റെ മോളെ എങ്ങനെയാ സാറേ സംരക്ഷിക്കുന്നത്? കല്യാണം കഴിപ്പിച്ചു വെക്കുമെന്ന് വിചാരിച്ച് ഇവന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഇവൻ പ്രശ്നമാക്കുകയാണല്ലോ. ഈശ്വര രക്ഷിക്കണേ, എന്തേലും ആവട്ടെ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആരോട് ഈ ചോദ്യം ചോദിച്ചാലും അവർക്ക് സഡൻലി ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അവർ പരസ്പരം സ്നേഹിക്കുന്നു. സ്നേഹം മാത്രമല്ല, ഒന്നിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നീയില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ല, അങ്ങനെ ഒരുപാട് സ്നേഹം അവർക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാണ് സാർ നമുക്ക് പിരിക്കാൻ സാധിക്കുക? എന്തൊരു ഡയലോഗായി പറയുന്നേ. എനിക്കെന്താ, കല്യാണം നടന്നാ ശരി. സാർ, ഇപ്പൊ നിങ്ങളുടെ മകളെ കൊണ്ടുപോയി നിങ്ങൾ വേറെ കല്യാണം കഴിപ്പിച്ചാലും കുറച്ചു ദിവസത്തിന് ശേഷം കെട്ടിയവന്റെ കൈ വിട്ടിട്ട് സ്നേഹിക്കുന്നവന്റെ കൈ പിടിച്ചുവെന്ന് ഒരു കാരണവും പറയാതെ ലെറ്റർ എഴുതി വെച്ചിട്ട് ഓടിപ്പോകുന്നത്, ആത്മഹത്യ ചെയ്ത് കൈലാസത്തിലേക്ക് പോകുന്നതെന്ന്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതും അല്ലെങ്കിൽ ആർക്കും അറിയാത്ത രീതിയിൽ ജീവിതകാലം സ്വയം കണ്ണുനീര് തുടച്ചുകൊണ്ടിരിക്കും. ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവർ രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കുന്നത് അത് നടക്കാത്ത കാര്യ. സാർ, നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും പ്രണയം സത്യമല്ല എന്നത് തന്നെയാണ് എന്റെ പ്രോബ്ലം. എന്തു വച്ചായി പറയുന്നത്? ഞാൻ ഇവളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഇവള് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് നിങ്ങളൊക്കെ. ഈ പെണ്ണിനെ പ്രേമിക്കുന്നതിന് മുമ്പ് നീ ജീവന് തുല്യം ആരെ സ്നേഹിച്ചിരുന്നേ പറ? നിങ്ങളെയും അമ്മേനെയും. അങ്ങനെയാണോ? അപ്പൊ 23 വർഷം നിന്നെയും വളർത്തിയ ഞങ്ങളെ രണ്ടുപേരെയും വിട്ടിട്ട് 2 മാസമായി സ്നേഹിക്കുന്ന ഈ പെണ്ണിനെയും വിട്ടിട്ട് നീ വരില്ലെന്ന് എന്ത് ഗ്യാരണ്ടിയാണ് നീ പറഞ്ഞതാ? സാർ, ഇതുപോലെ ക്വസ്റ്റ്യൻ ഒരു ആൻസറിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ അവസാനം നിൽക്കുന്നത് ചോദ്യങ്ങൾ മാത്രമാണ് സാർ. ഇവരുടെ ഉദ്ദേശം നിങ്ങളെ വിട്ട് പോകണമെന്നല്ല സാർ. ഇതാദ്യം തന്നെ പറയായിരുന്നെങ്കിൽ ഞാൻ തന്നെ മുന്നിൽ നിന്ന് കല്യാണം കഴിപ്പിക്കായിരുന്നില്ലേ? അതെ സാർ, സാർ തന്നെ അവരുടെ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നു. അവര് പറയാത്തത് അവരുടെ തെറ്റ് തന്നെയാണ്. അവർ പറയേണ്ടതായിരുന്നു. പക്ഷേ പേടിയാണ് സാർ. എന്ത് ചെയ്യാനാ? നിങ്ങളുടെ മകനെ അത്ര പേടിപ്പിച്ചാണ് വളർത്തിയിരിക്കുന്നത്. ആ പേടിയാണ് സാർ ഇതിനെല്ലാത്തിനും കാരണം. ഒരു കാര്യം പറയട്ടെ സാർ, മക്കൾക്ക് നിങ്ങളുടെ മേലെ പേടി ഉണ്ടാവാൻ പാടില്ല. അതിന് പകരം സ്നേഹം മാത്രമായിരിക്കണം. ഏതൊരു പെണ്ണും ഓടിപ്പോയി കല്യാണം കഴിച്ചാലും കുറച്ചു ദിവസത്തിന് ശേഷം മാതാപിതാക്കളുടെ മുമ്പിൽ ഒന്ന് നിൽക്കുള്ളൂ. ഇതാണ് മരുമകള്, ഇതാണ് മരുമകൻ. മരുമകനെന്ന് സമ്മതിക്കുന്നതിന് മുമ്പ്, കല്യാണത്തിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഈ കല്യാണം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാവും. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് മക്കളുടെ കല്യാണം നടന്നാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാകുമെന്ന് കരുതി ഞങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി കല്യാണം നടത്താമെന്ന് സാറ് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാറിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. ഈ കല്യാണം സാറിന്റെ കൈകൊണ്ട് തന്നെ നടത്തി തരണം. എന്റെ മുമ്പിൽ വെച്ച കല്യാണം നടക്കണമായിരുന്നെങ്കിൽ അത് എപ്പോഴേ നടന്നേനെ സാർ. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ വെള്ളത്തിൽ നിർത്തി വെച്ചിരിക്കുന്ന എന്തിനാ? ഒരു കാര്യം ചെയ്താലോ, ഇവിടെ ഒരു ചെറിയ ഫോൾസ് ഉണ്ട്, അവിടെ ഇരുന്ന് സംസാരിച്ചാലോ? I love you, sir. സോറി പരിമള. എന്താ സർ? നിങ്ങൾ പ്രൊഫസറും ഞാനൊരു സ്റ്റുഡന്റും ആയതുകൊണ്ടാണോ? സാറ് വേറെ ബ്രാഞ്ചും ഞാൻ വേറെ ബ്രാഞ്ചും അല്ലേ? നമ്മൾ ഒരേ കോളേജ് ആണെന്ന് മാത്രം. ആയിരിക്കാം, പക്ഷെ അതിനുവേണ്ടി എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. I love you, sir. I love you. Sir, ഒന്ന് നിൽക്കൂ. നിൽക്കൂ സർ. I love you എന്ന് വാ വേദനിക്കുന്ന വരെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്ത് സാറിന്റെ പാട്ടിന് പോയാൽ എങ്ങനെയാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരെയും സ്നേഹിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം.
താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഹായ്. ഹായ്. എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒന്നുമില്ല, കാലിയായി കിടക്കുന്ന സ്ഥലം ഒന്ന് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എങ്ങനെ പറയാ? ആ, അവധി ദിവസങ്ങളിൽ സന്തോഷിക്കുന്നവരുടെ വിശാല മനസ്സിൽ ഈ പാവം ഞാൻ കുറച്ച് ഇടം ചോദിക്കട്ടെ. ഓക്കേ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഒഴിവ് ദിവസങ്ങളിൽ സന്തോഷിക്കുന്ന വിശാല മനസ്കരോട് ഈ പാവം ഞാൻ കുറച്ചിടം ചോദിക്കട്ടെ. എനിക്കെന്തായാലും ഓക്കെയാണ്. ആലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാനോ? എന്തിന്? ശരി, നിങ്ങളുടെ സ്റ്റൈൽ തന്നെ പറയാൻ കേട്ടോളൂ. ബൈക്കിൽ വന്ന ബ്യൂട്ടി കാണാൻ ഒരുപാട് സ്വീറ്റിയാ, പക്ഷെ വാ തുറന്നാ ഹെവി വായാടിയാ. നീ വായാടി ആയിരിക്കാം, പക്ഷെ കല്യാണത്തിന് ശേഷം ഇതുപോലെ വായെടുത്തരം കാണിച്ച അതിനുള്ള മരുന്ന് എന്താ എന്നെയാണോ പറഞ്ഞത്? അല്ല, എന്ത് ധൈര്യം നിങ്ങൾക്ക് അങ്ങനെ പറയാൻ? അത് എന്നെ നോക്കി. അല്ല, അറിയാതെ പറഞ്ഞതാ. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പം സൂം പോയാലുണ്ടല്ലോ. ഹലോ ഹലോ പ്രൊഡ്യൂസർ സാർ, എന്ത് പറ്റി? ഒരുത്തൻ തനിച്ചിരിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ സിനിമയിലും ഇതുപോലെ ഒരു സീൻ ഉണ്ടാവണമെന്ന് ഞാൻ ഉണ്ടാക്കിയതാ. അപ്പോഴത്തേക്ക് സാറ് വിഷ്വലിലേക്ക് പോയല്ലോ. ഭയങ്കര ആളാ കേട്ടോ സാറേ നിങ്ങള്. സാറേ, ഹീറോയിൻ വന്നു സാറേ. ഹായ്. എന്തൊരു ക്രിയേറ്റിവിറ്റി, എന്തൊരു ടൈമിംഗാ സാറേ നിങ്ങളുടെ. കറക്റ്റ് സമയത്തല്ലേ ആ പെണ്ണിവിടേക്ക് വന്നത്. അല്ല, നിങ്ങൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ ഇത്? ഈ ഡയലോഗ് ഇവളല്ലേ പറയേണ്ടത്? ഇന്ന് രാവിലെ സമ്മർ സാറിനോട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. പക്ഷെ അങ്ങേരാണെങ്കിൽ എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്നറിയോ? സോറി സർ, ഞാൻ പറഞ്ഞത് ഇത്തിരി ഓവറായി പോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ സർ? സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. എന്താണ് സർ, എന്നെ എന്താ സാറിന് ഇഷ്ടപ്പെടാത്തത്? എന്റെ മനസ്സെന്താ സാർ മനസ്സിലാക്കാത്തത്? നീ എന്തുകൊണ്ടാ എന്നെ മനസ്സിലാക്കാത്തത്? ഒരു ദിവസമല്ല, 8 മാസമായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ലവേഴ്സ് ഡേ എപ്പോഴാണ് വരിക, എന്റെ ലവിനെ കുറിച്ച് നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. നീ പെട്ടെന്ന് എന്നെ വിളിച്ചോണ്ട് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാ ഞാൻ നിനക്ക് സമ്മതിക്കണം. അപ്പൊ സാറിന് എന്നെ ഇഷ്ടമാണല്ലേ? എന്റെ ഹാർട്ട് ഇപ്പൊ നിന്ന് പോന്നു തോന്നുന്നു. അതൊക്കെ പോട്ടെ സർ, നമ്മൾ ഈ ലൊക്കേഷനിൽ വന്നിട്ടേ ഇല്ല. ഞാൻ നിങ്ങളെ പ്രൊപ്പോസ് ചെയ്തിട്ടും ഇല്ല. ഇവിടെ ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും കരുതാം. അത് ചിലര് പറയാറില്ലേ, കല്യാണം ചെയ്തിട്ട് കുട്ടികൾ മാത്രം വേണമെന്ന് പറയുന്ന പോലെ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പകലിൻ തൂവലിതളെഴുതും പ്രണയം തന്ന പനിമതിയെ ശലഭം പോലെ മലരുതിരും ശരദിന്ദു പെയ്ത സുഖമഴകേ സുഖമഴകേ ജീവരതിയെ അലിവിൻ സ്നേഹനദിയെ
പ്രണയം തരൂ. നിന്റെ ഹൃദയ സൂര്യനാളം ഞാനല്ലയോ. അഴകേ ജീവരതിയേ അലിവിൻ സ്നേഹനദിയേ. മനസ്സിലെ മറുകിലൻ ഇതളിനാൽ തഴുകിടാം. ഉമ്മകൾ ഉയിരിലെ കുമ്പിളിൽ വാങ്ങിടാം. നിന്നെ മാത്രമെൻ നേർത്ത മാത്രയിൽ ഓർമ്മ നനവിൽ ഒഴുകി നിറയാൻ തേടുന്നു ഞാൻ, തേടുന്നു ഞാൻ. നിന്നിൽ മാത്രം എന്നും നിറയേണ്ടു ഞാൻ. അഴകേ ജീവരതിയേ അലിവിൻ സ്നേഹനദിയേ. മനസ്സിൻ മേഘവനിയിൽ മഴയായി പെയ്തലയമേ. പകലിൻ തൂവലിതളെഴുതും പ്രണയം തന്ന പനിമതിയെ. ശലഭം പോലെ മലരുതിരും ശരദിന്ദു പേദ സുഖമഴകേ, ശരദിന്ദു പേദ സുഖമഴകേ. ആ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറി? എന്താ ഇത് ഇങ്ങനെ ഒരു ടെസ്റ്റ് വെച്ചല്ലോ? ഓക്കെ, ഇഷ്ടമുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നത് നല്ലൊരു ടെസ്റ്റ് തന്നെയാ. വാട്ട് ഈസ് നെക്സ്റ്റ്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? നിന്നോട് എനിക്ക് പറയാനുള്ള കാര്യമൊക്കെ നീ ചെന്ന് അവനോട് പറഞ്ഞു. ഇനി പറയാൻ എന്താ ഉള്ളത്? കൂടുതലൊന്നും പറയാനില്ല. നിന്റെ ലവ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ സമയം ഒരുപാടായി. ബാക്കിയൊക്കെ പിന്നൊരു ദിവസം പറയാം. സമയായി, വാ പോവാൻ നോക്കാം. എന്താ ഇത് കഥയൊക്കെ മാറ്റി മറിച്ചല്ലോ? എങ്കിൽ പിന്നെ നമ്മുടെ ടൈറ്റിൽ മാറ്റിയേക്കാം, സ്നേഹിതി. എടാ, ആ ഡയറക്ടർ പോയിട്ട് 2 മണിക്കൂറായില്ലേ? ഇത്ര സമയമായിട്ട് അയാളെ കാണുന്നില്ലല്ലോ. എടോ, തനിക്ക് ആ ഡയറക്ടറെ പറ്റി അറിഞ്ഞൂടെ? ഏയ്. എനിക്ക് മോഹൻലാലിനെ അറിയാം, മമ്മൂട്ടി അറിയാം, ദുൽഖറിനെ അറിയാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അതെ അതെ, അങ്ങനെ പറഞ്ഞോണ്ടാ പറ്റിക്കുന്നത്. പ്രൊഡ്യൂസർ ആണെങ്കിൽ അയാൾ പറയുന്നത് മൊത്തം കേൾക്കുകയും ചെയ്യും. ആ, അതെ, അതെ. നമ്മുടെ ഡയറക്ടറെ ഈ ജന്മത്തിലെ പടം പിടിക്കാൻ പോകുന്നില്ല. നമുക്കൊക്കെ ഓട്ടോ ഒക്കെ ഓടിച്ച് ജീവിക്കേണ്ടി വരും. ആന്റിയോ? നിന്റെ ശരീരത്തിന്റെ വളർച്ച പോലെ തന്നെയാ നിന്റെ ബുദ്ധിയുടെ വളർച്ചയും. ആദ്യം നീ ആ ഡയറക്ടറിന്റെ അണ്ടർവെയർ ഒന്ന് ഇടുന്ന നിർത്ത്, എന്നാലേ നിന്റെ ബുദ്ധി വളരൂ. ആ, ഞാൻ അണ്ടർവെയറെങ്കിലും ഇട്ടിട്ടുണ്ട്. നീ അതുപോലെ ഇട്ടിട്ടില്ലല്ലോടാ. ആഹാ, എനിക്കിട്ടാണ് നിന്റെ പഞ്ച് ഡയലോഗ്. ഒരു അടി അടിച്ചിട്ടുണ്ടല്ലോ 3 അടി താഴേക്ക് എടാ, പോകും. ഞാൻ എത്ര അടിയുണ്ട് എന്നുള്ളതല്ല കാര്യം, എത്ര അടിയിലേക്ക് പോകുന്നു എന്നതാണ് കാര്യം. എന്താ അറിയോ? അപ്പൊ 3 അടിയല്ല 6 അടി താഴേക്ക്. സാറേ സൂപ്പർ സീൻ സാറേ. ആക്ഷൻ കട്ട്. ഷൂട്ടിംഗ് ഫിക്സ്. ഡേറ്റ് മാത്രമേ ഇനി ഫിക്സ് ചെയ്യാനുള്ളൂ. എന്തേ സന്തോഷായോ? സാറേ, അതൊക്കെ പിന്നീട് നോക്കാം. രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല സാറേ. കാശ് വല്ലതും ഉണ്ടെങ്കിൽ താ സാറേ. അതെ സാറേ. എവിടെയാ വെച്ചത്? പത്ര വെച്ചോളൂ. 2 പേര് ചായ കുടിക്കേ, ഞാൻ വെള്ളം കുടിച്ചോളാം. നിങ്ങൾ നന്നായിരിക്കണം. പ്ലീസ് എൻജോയ്. ചായ അല്ല, താൻ തന്ന കാശിന് യൂണിറ്റ് മൊത്തം ഭക്ഷണം വാങ്ങി കൊടുക്കാം. അമ്മ, 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 എന്തു പറ്റി ചേച്ചി? ഞാനും അമ്മയും കൂടി പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയതാ. അവിടെ അമ്മയ്ക്കൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. തല പൊട്ടി ഒരുപാട് രക്തം പോയി. ഞാനങ്ങ് പേടിച്ചു പോയി. അതിനുശേഷം അമ്മയെ കൊണ്ടൊന്ന് അഡ്മിറ്റ് ചെയ്തു ഞാൻ.
എന്റെ രക്തം പരിശോധിച്ചു നോക്കി മാച്ച് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ രക്തം കൊടുത്തു. വലിയ പരിക്കൊന്നും ഇല്ലത്ര. ഡോക്ടർ പേടിക്കണ്ടെന്ന് പറഞ്ഞിരിക്ക. 4 ദിവസം കഴിയുമ്പോ ഡിസ്ചാർജ് ചെയ്യത്ര. വളരെ താങ്ക്സ് മനു ചേച്ചി. എന്താ ചേട്ടാ ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നേ? ഞാൻ ആരെങ്കിലും സഹായിച്ചാലേ എന്നെ ആരെങ്കിലും സഹായിക്കൂ. ശരി ചേട്ടാ, ചേട്ടൻ അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോ. ഞാൻ പോയി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭക്ഷണം എടുത്തോണ്ട് വരാം. ഞാൻ ഓക്കേ ഇറങ്ങട്ടെ. ചേച്ചി. സൂക്ഷിക്കണേ. അല്ല, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി കുറെ സ്ഥലത്തായാലോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. മോനാണെങ്കിൽ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. ഇപ്പൊ വേണ്ടത് അവനെ പിടിച്ച് വേഗം പെണ്ണ് കെട്ടിക്കാന്നുള്ളതാ. അതോടെ എല്ലാം ശരിയാവും. ആ സമർ, അമ്മയെ ശ്രദ്ധിക്കണം കേട്ടോ. പരിമള, നിന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ തന്നെ എന്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു. പരിമള നമ്മുടെ കുടുംബത്തിലെ മരുമകളായി വന്നാൽ കൊള്ളാമെന്ന്. അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. കല്യാണം എപ്പോഴത്തേക്കാണെന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ഉടനെ ഉണ്ടാവുമോ അതോ നിങ്ങളുടെ ജോലി പെർമനന്റ് ആയതിനു ശേഷോ? പെർമനന്റ് ആകുന്നതിന്റെ അത്ര കാശൊന്നും എന്റെ കയ്യിലില്ല. വെറുതെ 4 പേരെ കിഡ്നാപ്പ് ചെയ്താൽ എനിക്ക് നല്ലോണം കാശ് കിട്ടും. നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമാണോ? സമയവും കാലവും ആര് വേണമെങ്കിലും മാറ്റിക്കളഞ്ഞേക്കും. ശരി, ഓക്കെ, സമയം ഒരുപാട് വാ പോവാ. ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കണോ? ചാൻസ് കിട്ടുമ്പോ ഉപയോഗിക്കാൻ അറിയില്ലേ? സർ, ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനാ ചോദിക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സും ആരെയും പ്രേമിച്ചിട്ടില്ല? ആരുമില്ല. എന്താ ചോദിക്കുന്നത്? എന്തോ ചോദിക്കണമെന്ന് തോന്നി. ഐ ലവ് യു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് സ്വീകരിക്കുന്നതും വലിയ കാര്യമല്ല. ഈ പ്രേമം തുടങ്ങിയതിനു ശേഷം കല്യാണത്തിനൊക്കെ മുൻപ് ഉണ്ടാവുന്ന ഒരു ചെറിയ ഗ്യാപ്പില്ലേ? ആ ഗ്യാപ്പില് പെണ്ണാണിന് വേണ്ടിയും ആണ് പെണ്ണിന് വേണ്ടിയും സ്നേഹം ഒരുപാട് അങ്ങ് കൂടാതെ ഒരുപാട് അങ്ങ് കുറയാതെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബേസിക് സെൻസ് ഇല്ലെങ്കിലേ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും സർ. ഓ അതെയോ? ഓക്കെ ഓക്കെ. എല്ലാത്തിനും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞോളൂ, മറ്റൊന്നിനും കൊള്ളില്ല. അതെ, ഇതൊക്കെ ഞാൻ പറയണോ? എന്നെ ഒന്ന് പിടിച്ചേ. എന്റെ മൊബൈല് പൊട്ടിപ്പോയി. ഇതിനാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. കിട്ടിയ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ ആവുള്ളൂ. ഇതാ ഇപ്പൊ കണ്ടില്ലേ? ഇതിനാണ് ഞാൻ നിന്റെ എവിടെയും പിടിക്കാതെ വെറുതെ ഇവിടെ കുത്തിയിരുന്ന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത് നീ തന്നെ കണ്ടില്ലേ? എനിക്ക് കുറച്ച് ദിവസം സമയം താ, ഞാൻ പെട്ടെന്ന് തന്നെ നിന്റെ കല്യാണം കഴിച്ചോളാം. പെട്ടെന്ന് തന്നെ വണ്ടി കയറ്. എടാ അളിയ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ ജയിലിൽ നിന്ന് പുറത്തു വന്നത് തന്നെ വിശേഷം. ശരി, വന്നേ പോവാം. സാറേ, ചായയുടെ കാശ് എന്നിട്ട് പോടേ. നിനക്കറിഞ്ഞൂടെ ചേട്ടൻ ആരാണെന്ന്? ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വളർന്ന ആളാ. അതെന്താ, ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇല്ലാത്തോണ്ടാണോ? ഞാനുണ്ടാ. ശരി ശരി, ആദ്യം കാശെടുക്ക്. രാവിലെ ഓരോന്ന് വന്ന് കേറിക്കോളൂ. അളിയ, മുഴുവൻ ടീമിനെ റെഡിയാക്കടാ. സർ, ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വണ്ടി എടുക്ക്. അല്ല സാറേ, നിങ്ങൾ ശരിക്കും ഫിലിം ഡയറക്ടർ തന്നെയാണോ? അതേടാ, ഇദ്ദേഹം ഡയറക്ടർ തന്നെയാ. സോങ്ങിന് ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുക. അങ്ങനെയാണോ? താങ്ക് യു സാർ. ഓ എടാ, മുഖം എന്തിനാണ് അത്ര സീരിയസ് ആയി വെച്ചിരിക്കുന്നത്? ആൾക്കാരുണ്ടെങ്കിലല്ലേ നാണിക്കേണ്ട ആവശ്യമുള്ളൂ. ആരും ഇല്ലാത്ത ഈ ബീച്ചിലെ താനിക്കൊന്ന് ചിരിച്ചുവിടോ. എടാ സീരിയസ്, സോൺ ലൊക്കേഷൻ കാണാൻ ഡയറക്ടർ വന്നിട്ടുണ്ട്. നീ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ ആഗ്രഹിച്ചതല്ലേ? ചിലപ്പോ നീ ഡയറക്ടർ ആവുന്നേ. എന്നാ ഒരു ഫോട്ടോ എടുത്തേ. എന്നെ മാത്രം എടുക്കണം. എന്നെ എടുക്കാൻ പറഞ്ഞ സെൽഫി എടുക്കോ നീ? സെൽഫി അഹങ്കാരം കൂടുന്നു നിനക്ക്.
എന്തിനാ ഇവൻ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്താടോ? ആരാടോ താൻ? സീരിയസ് അസിസ്റ്റന്റ് ഡയറക്ടർ സർ. സീരിയലോ? അല്ല സർ, സീരിയസ് സർ. എന്റെ പേരാണ് സീരിയസ് എന്ന്. ഓ, ഡയറക്ടർ ആവാനാണോ? അതെ സർ. എന്തുവാടോ നീ? നിനക്ക് റിയാക്ഷൻ പോലും ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെ ആക്ഷൻ പറയും? ആക്ഷൻ പറയാൻ അറിയാം സർ. റിയാക്ഷൻ വേണമെങ്കിൽ കാണിക്കാം സർ. ആക്ഷൻ, ആക്ഷൻ, ആക്ഷൻ. ഇപ്പോൾ റിയാക്ഷൻ വന്നോ സർ? പറഞ്ഞു മോനെ, വേറെന്തൊക്കെ അറിയാം? നിങ്ങൾക്കറിയാത്ത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം സർ. എന്തിനാ സാർ ഇങ്ങനെ തല്ലുന്നേ? എന്താ നിങ്ങളുടെ പ്രശ്നം? ആ പണ്ടാരക്കാലന്റെ ആക്ഷൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആക്ഷനിലോട്ട് ഇറങ്ങിയത്. സാറേ, അവനൊരു റിയാക്ഷനും ഇല്ലല്ലോ. ഇത് തന്നെയാടാ അവന്റെ റിയാക്ഷൻ. അതെങ്ങനെയാടാ റിയാക്ഷനേ ഇല്ലാതെ ഇങ്ങനെ സൈലന്റ് ആയി നിൽക്കുന്നത്? എനിക്ക് തന്നെ റിയാക്ഷൻ മറന്നുപോയി. പറഞ്ഞു മോനെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്നെ നിങ്ങൾ വെച്ചോണ്ടിരുന്നു സർ. അസിസ്റ്റന്റ് ഡയറക്ടറായി വേണമെങ്കിൽ നിന്നുകൊണ്ട് കഥ പറയാം സർ. അത്രയും ടാലന്റോ? എന്റെ കയ്യിലുള്ളത് അത് മാത്രമാണ് സർ. എന്നാലേ പറഞ്ഞു തൊലയ്ക്ക്. ഓക്കെ സർ. സർ, ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും സോങ് ലൊക്കേഷൻ കാണാൻ വന്നിരിക്കുകയാണ് സർ. ഓ, ഞങ്ങളെ പോലെ. അങ്ങനെയും ആവാം സർ. അതേ ലൊക്കേഷൻ തന്നെ ചെറുപ്പക്കാരായ ഇണപിരിയാത്ത 3 കൂട്ടുകാർ അവിടെ ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു സർ. അത് ശരി, നിങ്ങളെ പോലെ. അങ്ങനെയും ആവാം സർ. സീരിയസ് ഡയറക്ടറിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞു സർ. അപ്പോൾ ഡയറക്ടർ സീരിയസിനെ നോക്കി. ആ സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് സർ. എന്ത് കോപ്പാടോ ഇത്? നീ ബീച്ചിൽ വെച്ച് കാണിച്ച കോപ്രായങ്ങളൊക്കെ ഒരു കഥയാക്കി പറയുവാണോ? സർ, ഈ സീരിയസ് ആയി കഥ പറയുമ്പോൾ സീരിയസ് ആയി തന്നെ കേൾക്കണം സർ. അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ സീരിയസ് ആവാൻ നിന്നാൽ ഈ സീരിയസ് നിങ്ങളുടെ മേലെ സീരിയസ് ആവും സർ. കഥ കേൾക്കാനും ഒരു താല്പര്യമൊക്കെ വേണം സാർ. താല്പര്യമൊക്കെ വേണം. നിങ്ങൾക്ക് താല്പര്യം ഒട്ടും തന്നെ ഇല്ല. വാടാ. ആ പറ മോളെ. മോളല്ല, നിന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തവനാ. കിഡ്നാപ്പോ? ആരാ നീ? ആരാടാ നീ? ഞാൻ ആരെങ്കിലും ആവട്ടെ, 5 ലക്ഷം വേഗം റെഡിയാക്കിക്കോ. എന്തിന്? നിന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തല്ലേ, അതിന് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് മാത്രം അനുസരിക്കുക. സ്ഥലം ഞാൻ പറയാം. അവന് ഫോൺ ചെയ്യ്. ഹലോ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഗുഡ്. ഒരു കാര്യം ചെയ്യാം, അപ്പാർട്ട്മെന്റിന്റെ ബാക്ക് സൈഡിലേക്ക് വാ. ഓക്കെ. ഒന്നുകൂടെ വിളിക്കേ. സാർ, റിംഗ് ആവുന്നുണ്ട്. സ്പീക്കറിലിട്. ഹലോ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. കാശെടുത്തിട്ട് താഴെ ഇറങ്ങ്. എവിടെയാണെന്ന് ചോദിക്കേ. നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? വെറുതെ സമയം കളയണ്ട, ഞാൻ പറഞ്ഞതനുസരിക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങ. ഞാൻ അങ്ങോട്ട് വരാന്ന് പറ. ശരി, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. ആ, ഇറങ്ങി സാർ. നീ നിൽക്കുന്നിടത്തൊരു ബ്ലാക്ക് കളർ പൈപ്പ് ഉണ്ട്, അത് കണ്ടോ? ശരി സാർ. ആ, കണ്ടു സാർ. അത് കയ്യിലെടുത്ത് അതിനകത്ത് നീ കൊണ്ടുവന്ന് കാശ് വയ്ക്കുക. വെച്ചു സാറേ. താഴെ അതിന്റെ ക്യാപ്പ് കിടപ്പുണ്ട്, അത് വെച്ചെടുത്തേക്ക്. അടച്ചു സാറേ. നീ നിൽക്കുന്നിടത്തൊരു വെള്ള പൈപ്പ് ഉണ്ട്, അതിന് താഴെ വയ്ക്കുക. സാറേ, വെച്ചു സാറേ. ഇനി കാറിലുള്ള ഇൻസ്പെക്ടറിനോട് പോയി പറയാം. എന്തായി? അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്ക്.
ഹേയ് ഗൗതം, നീ എന്താ ഇവിടെ? അല്ല എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അല്ല നീ എന്താ ഇവിടെ? ട്യൂഷൻ ക്ലാസ്സിന് വന്നതാ. എനിക്ക് അത്യാവശ്യം ഒരാൾ കാണാനുണ്ട്. നമുക്ക് പിന്നീട് കാണാം. ഗുഡ് ലക്ക്. ഹലോ, ചേട്ടാ, നമ്മുടെ മോള് വീട്ടിലെത്തി. അവളെത്തിയോ? നിങ്ങൾ വേഗം വാ. ശരി, ഞാൻ ഇപ്പൊ വരാം. നീ ഈ ഭാഗത്തേക്ക് ചെല്ലേ. നീ അങ്ങോട്ട് പോ. Come on, search. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ വാങ്ങിക്കണ്ടേ? ഗൗതമിനോട് ചോദിക്കാന്ന് വിചാരിച്ച അദ്ദേഹം ഡ്യൂട്ടിയിലാണ്. ഫോൺ ചെയ്യാന്ന് വിചാരിച്ച എന്റെ മൊബൈലും പൊട്ടിപ്പോയല്ലോ. ഇനി എന്താ ചെയ്യാ? ഓക്കെ, ഗൗതം വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് നല്ലൊരു ഗിഫ്റ്റ് തന്നെ പോയി വാങ്ങിക്കാം. അമ്മേ, 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 സർ, സർ, നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഖെയ്നി, ഗുഡ്ക, പുകയില, പാൻ മസാല ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവ കഴിക്കുന്നത് വായിലെ ക്യാൻസറിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ രോഗിക്ക് നാക്കിൽ ക്യാൻസറാണ്. ഞങ്ങൾക്ക് ഇയാളുടെ സ്വരയന്ത്രം നീക്കേണ്ടി വന്നു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. പുകയില കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു. അയ്യോ
വേണ്ടിയാ ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നത്. നിന്റെ ഗിഫ്റ്റ് അവൻ വേണ്ടെന്ന് പറയൂ. അവന് തന്നെ കൊടുത്തേക്ക്. ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സർ. ഇത് കാണുന്നതിന് മുമ്പ് അമ്മ എന്നെ വിട്ടു പോയി. ഞാൻ തന്നെ കൊടുത്തേക്കാം. സംഭവിക്കേണ്ടത് സംഭവിച്ചു. വരൂ സാർ, നമുക്ക് വീട്ടിൽ പോവാം. പ്ലീസ് സർ. അതെ 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 അതെ. യെസ്, ഞാൻ ഭവാനി എന്റർപ്രൈസസിന്റെ ഓണറാ. പേര് ഭവാനി പ്രസാദ്. ഇരിക്കൂ സാറേ. പറയൂ സർ. ഒരു കംപ്ലൈന്റ് കൊടുക്കണം. എന്ത് കംപ്ലൈന്റ്? എന്റെ മോനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. 15 ലക്ഷം ഡിമാൻഡ് ചെയ്യുന്ന. 15 ലക്ഷമോ? ഭവാനി പ്രസാദ്, അവൻ എവിടെ നിന്നാണ് ഫോൺ ചെയ്തിരുന്നത്? എന്റെ മോന്റെ മൊബൈലിൽ നിന്നാ. പക്ക പ്ലാൻ ചെയ്ത് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിക്കുന്ന ആ മഹാപാപിക്ക് പോലീസുകാരാണെന്ന് നല്ല രീതിയിലൊന്ന് പെരുമാറിക്കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് ഇതാ. അവൻ എത്രമാത്രം പണം ചോദിച്ചാലും അത് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ ഉടനെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം. കോൺസ്റ്റബിൾ, എൻ്റെ ഫോൺ നമ്പർ ഒന്ന് കൊടുത്തേക്ക്. ഇത്തവണ തെമ്മാടിക്ക് എൻ്റെ കയ്യിലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. സർ പ്ലീസ് കരയരുത്. സർ പ്ലീസ് പറയുന്ന കേക്കൂ. അമ്മയുടെ സ്നേഹം എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും സർ. എനിക്ക് നിങ്ങൾക്ക് ഒരമ്മയുടെ സ്നേഹം തരാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളെ എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്നും സമാധാനത്തോടെ ഇരിക്കണം. ധൈര്യമായിട്ടിരിക്കൂ സർ. അതിരിക്കട്ടെ, പെട്ടെന്ന് എന്താ സംഭവിച്ചത് അമ്മയ്ക്ക്? ഇന്നലെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ, നമ്മുടെ ലൈഫിൽ ഓരോ വർഷവും
സിംഗിൾ ചെലവ് ഡബിൾ ബെനിഫിറ്റ്, ശരിയല്ലേ? അതെങ്ങനെയാ? അതെന്താന്നോ, നമ്മുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ ഒരേ ദിവസമല്ലേ, അതുകൊണ്ട് ഒരേ കേക്ക് വാങ്ങിച്ചു. സോ കേക്കിൽ രണ്ടുപേരുടെ പേരും എഴുതി, അരുന്ധതി, സമർത്ഥ. വരുന്നവർക്ക് ഓരോരോ കേക്ക് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് 2 ഗിഫ്റ്റ് ഉണ്ടാവുമല്ലോ, അമ്മയ്ക്കൊന്ന് എനിക്കൊന്ന്. ആ ശരിയാണല്ലോ, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ. അമ്മേ, 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 എന്തു പറ്റില്ല? സമർ, എന്താ പറ്റിയത്? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ശരി, ഡോക്ടർ എന്താ പറഞ്ഞത്? ഇനി 3 മണിക്കൂറത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സോറി സാർ. നടക്കേണ്ടതൊക്കെ നടന്നു. വരൂ സാർ, എന്റെ വീട്ടിലേക്ക് പോവാം. അച്ഛൻ എന്നെ നിങ്ങളെ വിളിച്ചോണ്ട് വരാനാ പറഞ്ഞത്. ഇല്ല പരിമള, നീ ഇവിടുന്ന് പുറപ്പെട. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ പറ്റില്ല. പരിമള, ഇതിപ്പോ കരുണ കാണിക്കുന്ന സമയമായിരിക്കാം, പക്ഷെ എനിക്കിപ്പോ വരാൻ സാധിക്കില്ല. അതങ്ങനെയല്ല സർ. പ്ലീസ് പരിമള, എന്നെ 2 ദിവസത്തേക്ക് ഒന്ന് തനിച്ചു വിട. എനിക്ക് തോന്നുമ്പോ ഞാൻ തന്നെ വരാം. പ്ലീസ് ഇപ്പൊ എന്നെ വിട്ടേക്ക്, പ്ലീസ്. എന്തു പറ്റി സാർ? സാറിന്റെ മകനെ കിഡ്നാപ്പ് ചെയ്ത് ഓൾറെഡി 1 ഡേ ആയി. ഇനിയും നിങ്ങൾക്ക് സമയം തരാൻ എൻ്റെ അടുത്ത് സമയമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വേണമെങ്കിൽ 15 ലക്ഷം രൂപ റെഡിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കുക. വീട്ടിൻ്റെ അടുത്ത് തന്നെ വന്ന് ഞാൻ കാശ് വാങ്ങിച്ചോളാം. അഡ്രസ് അയച്ചാൽ മതി. ലേറ്റ് ആയാൽ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. എന്തു പറ്റി മോളെ? എന്താ കാര്യം പറ. എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? കാര്യം എന്താന്ന് പറ. സമറോ? സമറിന് എന്താ പറ്റിയത്? അദ്ദേഹത്തിന് ഒന്നുമില്ല അച്ഛ. സമർ സാറ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ലവനല്ല അച്ഛ. അയാൾ ഒരു കിഡ്നാപ്പറാ. എന്താ മോളെ നീ പറയുന്നത്? അവനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ ഞാൻ അവനെ പറ്റി അന്വേഷിച്ചതാ മോളെ. നിന്റെ സെലക്ഷൻ ശരിയാവുമെന്ന് കരുതിയാ ഞാനത് വിട്ടത്. നോക്കു മോളെ, ഞാൻ നിനക്ക് വേണ്ടി മറ്റൊരു ചെറുക്കനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാലും ഇതുപോലൊരു പയ്യനെ കിട്ടില്ല മോളെ. നോക്കുമോളെ, നിനക്കെന്തോ തെറ്റിദ്ധാരണ പറ്റിയതാ. ഞാനും അങ്ങനെ തന്നെ ആദ്യം കരുതിയത്. പക്ഷെ അയാള് നമ്മൾ കരുതുന്ന പോലെയല്ല. അയാളോട് സംസാരിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നതാ. പക്ഷെ ഞാൻ എന്റെ ബാഗ് അവിടെ മറന്നു വെച്ചുപോയി. ഞാൻ ബാഗ് എടുക്കാൻ തിരിച്ചകത്തേക്ക് പോയി. അയാള് ഫോണിൽ കിഡ്നാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാ അച്ഛ. അതും 15 ലക്ഷം ഡിമാൻഡ് ചെയ്തത്. 15 ലക്ഷമോ?
അത് മാത്രല്ല, മെനഞ്ഞാന്ന് ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നപ്പോ വെറുതെ 4 പേരെ കിഡ്നാപ്പ് ചെയ്താ ലൈഫ് പിന്നെ സെറ്റിൽ അല്ലേ? അന്നെന്തോ തമാശ പറയായിരുന്നു എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇത് പക്ക പ്ലാനിങ് ആണച്ച. എനിക്ക് ഇപ്പഴാ മനസ്സിലായത് അദ്ദേഹം ഒരു കിഡ്നാപ്പർ ആണച്ച. എത്ര നേരം വെച്ചാ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുക? ബസ്സും ഇല്ല, ഫിഗറും ഇല്ല. ഓ, എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? എവിടേക്കടാ മച്ചു പോയേ? എത്ര നേരം വെച്ചാ കാത്തിരിക്കുന്നേ? ഒന്നും പറയണ്ടളിയ, വീട്ടുകാരെന്നെ വീട്ടിൽ ഒരു തെറ്റുകൂടെ ചെയ്യടാ, പിടിച്ചകത്തിട്ടോളും. എന്റെ ഏരിയയിലേക്ക് എങ്ങാനും വന്നാലേ കാല് തല്ലിയൊടിക്കും ഞാൻ. വാടാ കാലോ. എടേ പോടേ പോടേ, നിന്നെ പോലെ എത്ര പേരെ കണ്ടവനാ ഞാൻ. അതെയോ? ശരി ശരി. ഈ നാട്ടിലുണ്ടോ ജീൻസ് ഇട്ട ചരക്കൊക്കെ? കാണാൻ നല്ല സുന്ദരിയാണല്ലോ. എനിക്ക് പറ്റിയ ജോഡിയാ. അതെയോ? ശരി ശരി. ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്, ടെൽ മീ. എന്താ മേഡം ഇത്? സൂപ്പർ ഫിഗർ അല്ലേ? അടുത്ത് വരുമ്പോ പ്രൊപ്പോസ് ചെയ്യാന്ന് കരുതി. ഇഷ്ടപ്പെട്ട നിങ്ങളെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് 3-4 കൊല്ലം കഴിഞ്ഞ് 5-6 കുട്ടികളെയും പറ്റി ഒരച്ഛനാവാന്ന് കരുതി. എന്താടി നീ? അപ്പോഴത്തേക്ക് കല്യാണം കഴിച്ച് കാലില് മോതിരിട്ടിരിക്കുന്നു. ലോഫർ. ആ, ലവ് ഫോർ ആണല്ലേ? അയാൾക്ക് പടം ചെയ്യാൻ കഴിവില്ലെന്നുള്ളൂ. പെണ്ണുങ്ങളെ വളയ്ക്കാൻ എടുക്കണ കണ്ടില്ലേ ഹടി മേടിച്ചത്? തലയിലെ മുടിയൊക്കെ പോയി നാശം. If any woman comes around trying to test me, if any woman comes around trying to test me. സമർ. ഹായ് ഗൗതം, ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? എന്താ ഇവിടെ? ഡ്യൂട്ടിയിൽ തന്നെയാ. ഏതോ ഒരു കിഡ്നാപ്പർ പോലീസ് വിരിച്ച വലയിൽ വീഴാതെ പോലീസിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഭവാനി പ്രസാദിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. നീ ഇവിടെ ഉള്ളപ്പോ അവൻ എങ്ങനെ ഇങ്ങോട്ട് വരിക? വരും, വന്നല്ലേ പറ്റൂ. അവൻ സാധാരണ കിഡ്നാപ്പർ അല്ല, അതുപോലെ തന്നെ ക്രിമിനൽ കിഡ്നാപ്പറും അല്ല, ക്രിയേറ്റീവ് കിഡ്നാപ്പർ. അവനെ പിടിക്കുന്നത് വിഷമം പിടിച്ച ജോലി തന്നെയാ. ഇത്തവണ ക്യാമറ ഉപയോഗിച്ച് അവനെ പിടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൗതം, കെയർഫുൾ ആയിരുന്നോ? ബൈ ഗൗതം. സാറേ, ഇതാ സാറേ തീപ്പെട്ടി തന്നെ. തീപ്പെട്ടിയോ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ, തീപ്പെട്ടി തരാൻ. എടാ, ഞാൻ ആരാ? ഭൂതക്കണ്ണാടി മോഹൻരാജ്. എന്നെ കത്തിക്കേ. മര്യാദ കത്തിക്കേ. കൊരങ്ങിനെ പോലെ ചാടുന്നു. ഇങ്ങോട്ടാ. വേണ്ട. എന്നാ പിടിക്കേ. പബ്ലിക് പ്ലേസിൽ ഇതുപോലെ സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ നിനക്കൊന്നും? നിങ്ങൾ നശിച്ചതും പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നശിപ്പിക്കുക. മോളെ, ഞാൻ എപ്പോഴാ നിന്നെ നശിപ്പിച്ചത്? അയ്യോ, പോടോ. നീ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ തന്നെയാടാ. കേക്കൂ സാറേ, ഹീറോയിൻ വന്നാലേ അതിലൊരു മെസ്സേജ് ഉണ്ടാവും സാറേ. സാറേ, പരിമളത്തിനോട് പറഞ്ഞൊന്ന് എങ്ങനെയെങ്കിലും സമ്മതിക്കും സാറേ. അവരോട് ഞാൻ വീട്ടിൽ വെച്ച് ചോദിച്ചതാ, പക്ഷെ അപ്പം സമ്മതിക്കുന്നില്ലെന്ന്. മേഡത്തിനോട് ചോദിച്ചപ്പോ അവരും സമ്മതിക്കുന്നില്ല. സാറ് ചോദിച്ചാൽ ചിലപ്പോ സമ്മതിക്കും. മാത്രമല്ല, സാറ് കല്യാണ ചെറുക്കനും അല്ലേ, അവരുടെ മരുമോനാവാൻ പോവല്ലേ സാറ്. അതുകൊണ്ടല്ലേ ഞാൻ സാറിന്റെ അടുത്ത് വന്ന് ഈ കഥ പറയുന്നത്. പ്ലീസ് അവരോട് സമ്മതിക്കാൻ പറ സാറേ. ആ, അവിടെ ഇടരുത്, ഇങ്ങോട്ട് തരൂ. സ്വച്ഛ ഭാരത്. രാജമൗലിയുടെ ബാഹുബലി 1ഉം ബാഹുബലി 2ഉം ഇറങ്ങി. പക്ഷെ നമ്മുടെ ഡയറക്ടറിന് ഇതുവരെ ഹീറോയിനെ പോലും കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും മഹാഭാരതം റിലീസ് ആയേക്കാം. നീ ഒന്നും മിണ്ടാതിരിക്കടാ പ്ലീസ്. എന്തിനാ സർ കഥ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്ക്.
12 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് ആളെയും കാണുന്നില്ല, ഫോണും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലീസുള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കും. എന്തൊക്കെയാണെങ്കിലും പോലീസിനെ വെള്ളം കുടിപ്പിച്ച ടോപ്പ് ഹീറോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നല്ലേ മതിയാവൂ. അപ്പൊ പോലീസ് ആരാണെന്ന് കാണിച്ചു കൊടുത്ത് ഒരു മൂലയ്ക്ക് പിടിച്ചിരുത്തിക്കോളാം. ഇവനെ പോലെയുള്ള കിഡ്നാപ്പേഴ്സിന് പോലീസിന്റെ പവർ എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. സാറേ, അവനാ വിളിക്കുന്നേ. സംസാരിക്കേ. ഹലോ. ഇപ്പൊ എനിക്കിവിടെ വരാൻ സാധിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ, കാശ് മുഴുവൻ റെഡിയാക്കി നാഗ ഫോറസ്റ്റിലേക്ക് വന്നേക്ക്. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? എവറിത്തിങ് ഈസ് ഓക്കെ സാർ. ആ, ഞാൻ വന്നോണ്ടിരിക്കുക. ലെറ്റ്സ് മൂവ്. സർ, അവന് ഫോൺ ചെയ്യും. ഫുൾ റിംഗ് പോകുന്നുണ്ട് സാറേ. അതെയോ? ഒന്നുകൂടെ വിളിച്ചു നോക്ക്. പക്ഷെ അവൻ റിസീവ് ചെയ്യുന്നില്ല. സാർ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജോ? അതെന്താണെന്ന്? അവൻ വരാൻ ഇനിയും 10 മിനിറ്റ് ആകും അത്രേ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്.
സാറേ ഒരിക്കൽ കൂടെ നല്ലോണം ആലോചിക്കും സാറേ. പരിമളയെ ഞാൻ നമ്പർ 1 ഹീറോയിനാക്കി കാണിച്ചു തരാം. സാറേ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്തോളാന്നേ. പ്ലീസ് സാർ. സാറേ കണ്ടില്ല സാറേ, ട്രിപ്പിൾ സ്റ്റാർ എന്തിനാ ഈ വഴിക്ക് വരുന്നത്? ഇനി സാർ അവർക്കും പേരിട്ടോ. അയ്യോ, എപ്പോഴോ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നത്തിന് റിവെഞ്ച് എടുക്കാൻ വരുവാണോ ഇവൻ? ഓ, വളരെ കെയർഫുൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇവൻ മുളക് തേക്കും ട്ടോ. അയ്യോ, വന്ന് വണ്ടി കയറി. ഇതിനൊക്കെ പേടിച്ച പിന്നെ എനിക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. എന്താ എന്താ സാറേ, ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ട്രിപ്പിൾ സ്റ്റാർ ഉണ്ടെങ്കിൽ 3 കൊമ്പുണ്ടെന്നാണോ? കേറാൻ പറഞ്ഞ ഞങ്ങൾ ഉടനെ കേറണമെന്നുണ്ടോ? കേറാൻ പറ്റൂല. എന്ത് ചെയ്യും? സമ്മർ, ഞാൻ നിന്നോടാ പറഞ്ഞത്, മര്യാദയ്ക്ക് നീ വന്ന് വണ്ടി കയറി ഞാൻ നിന്നൊന്നും ചെയ്യില്ല. അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് വലിച്ചഴിച്ച് കയറേണ്ടി വരും. എന്താ അപ്പൊ അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്നെ ആയിരുന്നില്ലേ? സാറേ ആക്ടിങ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓവർ ആക്ടിങ് അല്ലേ സാറേ ചെയ്യുന്നേ? ഈ നേരത്ര നിന്നോടാ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്തിനാണെന്ന് ഞാൻ അറിഞ്ഞോട്ടെ. കിഡ്നാപ്പ് കേസിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കിഡ്നാപ്പോ? ഞാനോ? സാർ ഇയാൾ എന്തൊക്കെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? സാർ നല്ല കഥയാ, വേണമെങ്കിൽ സാർ ഇത് പടമാക്കിക്കോ. പരിമള നമ്മുടെ പടത്തിന്റെ ഹീറോയിൻ ആവണമെങ്കിൽ ഇത് തന്നെയാ സാറേ കറക്റ്റ് സിറ്റുവേഷൻ. എന്താ സാറേ തലക്കകത്തൊന്നുമില്ലേ? പാവ ഇവനെ പോയി അറസ്റ്റ് ചെയ്യാൻ പോവാന്ന് പറയുന്നു. എനിക്കിതൊന്നും ഇഷ്ടമല്ല. തെമ്മാടി, 1-2 തവണയായിപ്പോ, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ചെയ്തണ്ടല്ലോ താൻ വിവരം അറിയും. ഇത് ഡയലോഗ് നീ എഴുതുന്നുണ്ടല്ലോ, കോപ്പിലെ ഡയലോഗ് പഠിക്കേ. പേനും പേപ്പറും ഒന്നും തരൂല്ല, ഡയലോഗ് എഴുതണമെന്ന് പറയുകയും ചെയ്യും. സാറേ സാറേ എടാ വരുന്നേടാ, എടാ വാ വാ വാ. കിട്ടിയാലും ഓ, ഈ ഫോണിന് വരാൻ കണ്ട നേരം. സാർ എന്താ ജാമ്യത്തിനാണോ? അല്ല സാറേ, എന്റെ പേര് ചോദിച്ച തല്ലും. എന്താ പറഞ്ഞത്? എന്റെ പേര് ചോദിച്ച തല്ലും. ഇത്രയും ടെൻഷനിലിരിക്കുന്ന എന്റെ അടുത്ത് ഒന്ന് കോമഡി കാണിക്കാൻ ഒന്ന് കഴിഞ്ഞാൽ. ഇദ്ദേഹത്തിന്റെ പേര് ഭൂതക്കണ്ണാടി യോഗരാജൻ എന്നാ സാറേ. ഡയറക്ടർ ആവാനാണ് ആഗ്രഹം. ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് വ്യത്യസ്തമാകാൻ വേണ്ടിയാ ചോദിച്ച തല്ലൂന്ന് പറഞ്ഞ പേര് മാറ്റിയത് സാറേ. ഇങ്ങോട്ട് വന്നേ, അടുത്തേക്ക് പാടോ. താനെന്താ കൊരങ്ങനെ പോലെ ചാടുന്നു? എന്റെ അടുത്താണോ നിങ്ങളുടെയൊക്കെ കളി? നിങ്ങൾ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വന്നത്? സാറേ, സമ്മർ സാറിനെ കിഡ്നാപ്പ് കേസിൽ അകത്തിട്ടിരിക്കുകയാണ്. ഒരു ഡിഫറന്റ് കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിന്റെ ആവശ്യമുണ്ടോ? തന്റെ സിനിമ ഡയറക്ഷൻ ഒന്നും എന്റെ അടുത്ത് കാണിക്കാൻ നിൽക്കണ്ട. തനിക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് എഴുതാൻ നോക്ക്. സാറേ അത് പിന്നെ പോരെ സാറേ, ഒരു ആവശ്യമില്ലാതെ. എനിക്കിച്ചിരി കൂടുന്നുണ്ട്. നമസ്കാരം സാർ. ഓ, അത് പിന്നെ മോളൊരുത്തൻ കിഡ്നാപ്പ് ചെയ്തില്ലേ? അവനെ പോലെ ഒരുത്തൻ അകത്ത് ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അവനാണെന്ന് പോയി നോക്ക്. സോറി സർ, അയാളല്ല. അച്ഛാ, അന്നൊരിക്കൽ ഞാൻ വിഘ്നേശ്വര ഹോസ്പിറ്റലിന്റെ അടുത്ത് എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. അപ്പോ 4 പേര് വന്നെന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. അന്ന് ഇയാളെ എന്നെ അവരുടെ അടുത്തുനിന്ന് രക്ഷിച്ചത്. അന്ന് ഇയാളില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ലാത്ത പ്രശ്നത്തിൽ കുടുങ്ങിയേനെ. നഷ്ടപ്പെട്ടു പോയ പണത്തേക്കാൾ ജീവനാണ് വലുത് എന്നുള്ള ചിന്തയോട് കൂടിയാ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അച്ഛാ, എന്തെങ്കിലും ചെയ്ത് ഇയാളെ പുറത്തു കൊണ്ടുവരണം. ശരി മോളെ. സാറേ, ഭവാനി പ്രസാദും മോളും വന്നിട്ടുണ്ട്. ഓ, അവരോട് വരാൻ പറയും. ധൈര്യമായിട്ട് പറയൂ സാർ. കിഡ്നാപ്പ് ചെയ്ത് ടോർച്ചർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് പണം ചോദിച്ചത് ഇവൻ തന്നെയാണെന്ന് പറയേ. അവന്റെ പേരിൽ കേസെടുത്ത് അവന്റെ എല്ലാം അടിച്ചൂരി അവന്റെ കയ്യിലുള്ള ക്രിയേറ്റീവ് എല്ലാം എടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ആ പണം ഞാൻ വാങ്ങിത്തരാം. ചെന്ന് നോക്ക്, ലോക്കപ്പിനകത്തുണ്ട്. നോക്കിയിട്ട് അവൻ തന്നെയാണെന്ന് പറയും.
സാറേ, റോട്ടിൽ നിന്ന് ഒരുത്തിന് എല്ലു ഓടിച്ച് വെറുതെ ക്രിയേറ്റിവിറ്റി കാണിച്ചാൽ ഞങ്ങളുടെ കാശ് തിരികെ വരില്ല സാറേ. ശരിക്കുള്ള കിഡ്നാപ്പറെ സാറെ കണ്ടുപിടിക്കുക. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വരുവച്ചാ, നടക്ക്. എല്ലാം തലകീഴായി മാറുകയാണല്ലോ. കിഡ്നാപ്പർ നീയാണെന്ന് മനസ്സിലാക്കാതെ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പുറത്ത് ജനങ്ങൾ കാത്തു നിൽക്ക. നീ ഇവിടെ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ ഈ രുദ്രാക്ഷം ഉപയോഗിച്ചത് നീ തന്നെയെന്ന് ഞാൻ തെളിയിക്കുവാടാ. പറയൂ ഗൗതം സർ. പരിമള, കിഡ്നാപ്പ് ആയവരെല്ലാവരും തന്നെ അവര് കിഡ്നാപ്പ് ആയിട്ടില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമർ കിഡ്നാപ്പർ അല്ല. അവൻ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ബട്ട് ഹലോ 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 അയ്യോ, ഫോൺ കട്ടാവാൻ കണ്ട ഒരു സമയം. അച്ഛാ, അച്ഛാ. ശരി വക്കീൽ സാറേ, നിങ്ങൾ ബെയിൽ പേപ്പറും കൊണ്ട് നേരെ ഓഫീസിലേക്ക് വന്നേക്ക്. ഓക്കേ. അച്ഛാ, അച്ഛൻ പറഞ്ഞ തന്നെയായിരുന്നു ശരി. സമ സാറ് കിഡ്നാപ്പർ അല്ലാത്രേ. ഇപ്പോഴാണ് ഗൗതം സാറ് ഫോൺ ചെയ്ത് പറഞ്ഞത്. ഞാനാ മണ്ടി. ഒരാവശ്യമില്ലാതെ ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചത്. അച്ഛാ, ഭാവി മരുമോനോട് അച്ഛന് എന്തുമാത്രം വിശ്വാസ. അതിനെനിക്ക് അച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട്. ഐ ലവ് യു ലോട്ട്. നിനക്ക് സന്തോഷമായില്ലേ? യെസ്, ഐ എം ഫുൾ ഹാപ്പി. യേ. അയ്യോ, 32 മിസ് കോൾസോ? സമ സാറാണല്ലോ. ഹലോ, സമർ സർ. സമർ സാറല്ല, ഗൗതമാ സംസാരിക്കുന്നത്. ആ പറയൂ സർ. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. എല്ലാവരും അവനല്ല കിഡ്നാപ്പർ എന്നാണ് പറയുന്നത്. പക്ഷേ അവൻ തന്നെയാണ് കിഡ്നാപ്പർ എന്ന് ഞാൻ പറയും. സർ എന്തായി പറഞ്ഞു വരുന്നത്? അതേ പരിമളെ, അവൻ എന്ത് കാര്യം ചെയ്താലും പക്ക പ്ലാനിങ്ങോട് കൂടിയാ ചെയ്യുന്നത്. അവനിപ്പോ ഏത് റേഞ്ചിലാന്നറിയോ? കാശിനു വേണ്ടി ജീവൻ വരെ എടുക്കുന്ന പറഞ്ഞവൻ തന്നെ ഇദ്ദേഹമാണ് ജീവൻ രക്ഷിച്ചത് എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷേ ലാസ്റ്റ് കിഡ്നാപ്പില് അവനെ അറ്റാക്ക് ചെയ്തപ്പോ അവന്റെ കഴുത്തിലിട്ടിരുന്ന രുദ്രാക്ഷം എന്റെ കയ്യിലേക്ക്. അവന്റെ അമ്മ മരിച്ചതിന്റെ പിറ്റേ ദിവസം തുടങ്ങി അവൻ ഈ ജോലി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ അമ്മയുടെ മരണവും ഈ കിഡ്നാപ്പിംഗും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ സമർ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ക്രിമിനൽ മൈൻഡിന് കിഡ്നാപ്പർ അല്ല, കില്ലർ വേണമെങ്കിലും ആവാം. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിന്നോടാരെ വിശ്വസിക്കാൻ പറഞ്ഞത് പരിമള? ഇതാ നോക്ക്, കിഡ്നാപ്പർ ആരെന്നറിഞ്ഞാൽ അത് എന്നെ ഒന്ന് അറിയിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കേ? ഓക്കേ സർ. ആയിക്കോട്ടെ സർ, ഞാൻ ചെയ്തോളാം. താങ്ക് യു പരിമള. ബാലു സർ, ചാർജ് ചെയ്തേക്ക്. ഓക്കെ സർ. മൊബൈൽ സാറേ, എന്താ? ഫോൺ. ദാ. താങ്ക്സ്. പരിമള, ഡോണ്ട് വറി സർ. അറസ്റ്റായത് അറിഞ്ഞപ്പോ തന്നെ അച്ഛൻ ബെയിലിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. പക്ഷെ പറഞ്ഞു വിട്ടുന്ന് അറിഞ്ഞപ്പോഴാണ് അച്ഛൻ വെറുതെ ഇരുന്നത്. പക്ഷെ ഗൗതം സർ ഇവിടെ നടന്നതൊക്കെ എന്നോട് ഫോണിലൂടെ പറഞ്ഞിട്ട് നിങ്ങളാണ് കിഡ്നാപ്പർ എന്ന് പ്രൂവ് ചെയ്യുന്നും പറഞ്ഞു. എന്തിനും നിങ്ങള് സൂക്ഷിച്ചിരിക്കേണ്ടത് അത്യാവശ്യ. വരൂ സർ, പോവാം.
എന്താ മോനെ ഇത്? നീ പറയുന്നു കിഡ്നാപ്പ് ചെയ്തില്ലെന്ന്, പക്ഷെ ആ 2 കേസിൽ നീ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ല, അകത്തങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതല്ല, റിക്വസ്റ്റ്, ക്യൂരിയോസിറ്റി കൊണ്ടാ. സാറേ ഫോൺ റിംഗ് ആവുന്നു സാർ. പരിമള, എങ്ങനെയാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ കിഡ്നാപ്പ് സ്റ്റോറി കൊണ്ട് ഞാനൊരു കഥയുണ്ടാക്കും. ഓക്കെ സാർ, നിങ്ങൾ വാ, പോകുന്ന വഴിക്ക് സംസാരിക്കാം. വരൂ. വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു പക്ഷെ ഉപകാരപ്പെട്ടേക്കും. എവിടേക്കാ പോകുന്നത്? പോടാ അപ്പുറത്ത്. നീ ഇവിടെ ഇരുന്നേ. ആ ശരി, പോടാ, വീട്ടിൽ പോടാ. വിഘ്നേശ്വർ ഹോസ്പിറ്റലിൽ പോകണം. സാറേ, നടനാണ്. ഇപ്പൊ പറ സാറേ, എന്താ പറ്റിയത്? അന്ന് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഹലോ, ഒരു പെണ്ണ് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആയല്ലോ. ആരോ 4 പേര് ഓമിനി കാറിൽ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലുള്ളത്. നീ ഇങ്ങ് വന്നേര്. എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ പെണ്ണിന്റെ ഫോൺ താഴെ ഉണ്ടായിരുന്നു. അതിൽ അവളുടെ അച്ഛൻ്റെ നമ്പറിൽ ഫോൺ ചെയ്ത് 5 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തു.
സാറില്ല കുട്ടി, നീ വാ. ഹലോ സാർ, എമൗണ്ട് റെഡി ആയിട്ടുണ്ട്. അവിടുന്ന് പ്ലാൻ ചെയ്ത പോലെ കാശ് എടുത്തോണ്ട് ഞാൻ അവിടുന്ന് പോയി. ബാക്കി 15 ലക്ഷം എന്താ ചെയ്തത് സാറേ? അച്ഛാ, എന്റെ കിഡ്നാപ്പും മറ്റേ കിഡ്നാപ്പും ചെയ്തത് വേറെ ആരുമല്ല അച്ഛാ, പോലീസ് കസ്റ്റഡിയിലുള്ള സമർ തന്നെയാ. എന്താടാ പറയുന്നേ? സത്യം പറ, അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്, അതിനുശേഷം എന്ത് വേണമെങ്കിലും ചെയ്തു. അച്ഛൻ ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് കാശുണ്ടാക്കിയില്ലേ? അങ്ങനെ ഉണ്ടാക്കിയ കാശുകൊണ്ട് ഞാൻ ഏത് സാഹചര്യത്തിൽ എത്തിപ്പെട്ടെന്ന് അച്ഛൻ അറിയണ്ടേ? സർ, ഡോണ്ട് വറി. ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നുമല്ല വന്നത്. നിങ്ങൾ സന്തോഷമായിട്ട് അവിടെ കിടന്നോളൂ. യു ടേക്ക് റെസ്റ്റ്. ഫസ്റ്റ് ടൈം സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളെ നേരിട്ട് കാണാനുള്ള ചാൻസ് കിട്ടിയിരിക്കുക. ഞാനൊരു ഭാഗ്യവാനാ. നിങ്ങളെ കിടന്നോളൂ സാർ, ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യാലോ. പിന്നെന്താണ്, നിങ്ങൾ കിടന്നോ. സർ, വീണ്ടും ഇതുപോലെ ഒരു ചാൻസ് കിട്ടില്ല സർ. ദയവ് ഇത് കിടന്നോളൂ പ്ലീസ്. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല സർ, നിങ്ങളുടെ വീട്ടിലെ നമ്പർ എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ തീരാ സ്വപ്നങ്ങളെല്ലാം എനിക്ക് നിറവേറ്റാൻ സാധിക്കുമല്ലോ. കാരണം ഒരു മകൻ മരിക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവനെക്കുറിച്ച് ഓർത്ത് എന്തുമാത്രം വിഷമിക്കും. നിങ്ങൾ കടന്നോളൂ സാർ. എനിക്ക് ആ ഫോൺ നമ്പർ മാത്രം തരുമോ പ്ലീസ്? ഗുഡ് ലക്ക് സാർ, ഹാപ്പി ജേർണി. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ സൂസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അവരെ എന്തുമാത്രം വേദനിപ്പിക്കും. ഇതൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ പറയൂ സാർ, ജീവിക്കാനുള്ള ആഗ്രഹമുള്ളപ്പോ എന്തിനാ വെറുതെ സൂസൈഡ് ചെയ്യാൻ പോയത്? എന്റെ അച്ഛനൊരു കോടീശ്വരന സാറേ. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ബിസിനസ് ഞാൻ ചെയ്യണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. പക്ഷെ എനിക്കിഷ്ടം ഡാൻസാ. ഒരു ഡാൻസ് സ്കൂള് തുടങ്ങണമെന്ന എന്റെ ആഗ്രഹം. അതിന് വെറും 10 ലക്ഷം രൂപ മതി സാറേ. പക്ഷേ അച്ഛന്റെ ബിസിനസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കോടിക്കണക്കിന് കാശാ സാറേ ചിലവാക്കുന്നത്. അതെല്ലാം ലോസായി ആരുടെ മുന്നിലും മുഖമുയർത്താൻ പറ്റാത്തതുകൊണ്ടാ സാറേ ഞാൻ ഇവിടെ വന്ന് കിടന്നത്. നിങ്ങൾ വീണ്ടും ഒരിക്കൽ നല്ലോണം ആലോചിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. സാറിന് വെസ്റ്റേൺ ഡാൻസ് അറിയോ? ഒരു മിനിറ്റ് സാറേ, ഇത് പിടിക്കേ. സാറിന് വേണമെങ്കിൽ 10 ലക്ഷം ഞാൻ തരാം. സാറേ, ആ 10 ലക്ഷത്തില് നിങ്ങളുടെ ആഗ്രഹപ്രകാരം അച്ഛന്റെ പേരിൽ ഓപ്പൺ ചെയ്തോളൂ. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വാ. അതെങ്ങനെയാ സാറേ? ഇതുപോലത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. എന്റെ കൂടെ വന്നാൽ മാത്രം മതി. അവിടുന്ന് ഞങ്ങൾ പോയി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ കൊണ്ടുവന്നു തന്നു. എവിടുന്ന് അത് കിട്ടിയതെന്ന് എനിക്കപ്പം മനസ്സിലായിരുന്നില്ല അച്ഛാ. ഒരു മിനിറ്റ് ഒന്ന് പുറത്തിറങ്ങിക്കേ. ഇതാണ് അച്ഛാ, സമർ തന്ന 10 ലക്ഷം രൂപ കൊണ്ട് ഞാൻ അച്ഛന്റെ പേരിൽ തുടങ്ങിയ ഡാൻസ് സ്കൂൾ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ബിസിനസിനെക്കാളും എന്റെ പയ്യൻ ഇഷ്ടപ്പെടുന്ന ബിസിനസ്സാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന് നിന്റെ ജീവൻ രക്ഷിച്ച അവന്റെ പേര് വെക്കാതെ എന്റെ പേരെങ്ങാനും വെച്ചാലേ അത് ദൈവം പോലും പൊറുക്കില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. ആദ്യം ഈ ബോർഡ് മാറ്റിയിട്ട് സമർത്ഥ ഡാൻസ് സ്റ്റുഡിയോ എന്ന് വെക്കേ. ശരി അച്ഛാ, വാ. 10 ലക്ഷം പയ്യന്റെ അടുത്ത് കൊടുത്ത് ഡാൻസ് ക്ലാസ് ഓപ്പൺ ചെയ്യിപ്പിച്ചു. ബാക്കി 10 ലക്ഷം സാർ എന്താ ചെയ്തത്? പറയാം. സമർ സർ
സാർ ചെയ്തത് ശരിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഭാഗ്യം എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് നന്നായി. സർ 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 എന്തിനാ ഇതൊക്കെ ചെയ്തത്? സാറിന് എന്തിനായിരുന്നു അത്രയും പൈസയുടെ ആവശ്യം? അന്ന് എൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മഞ്ജു ചേച്ചി, അതേ മഞ്ജു ചേച്ചിയാണ് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരാളെ സഹായിച്ച നമ്മളെയും പിന്നീട് ഒരാൾ സഹായിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി ഡോക്ടറിനെ കണ്ടു. ഇത് വേറൊന്നുമല്ല, പെണ്ണുങ്ങളുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട രോഗമാണ്. ഇതിനെ എൻഡ്രോമാറ്റജിസ് എന്നാണ് പറയാറ്. ഈ രോഗം വന്നവർക്ക് മാസാമാസമുള്ള പീരിയഡ് സമയത്ത് ഓവർ ബ്ലീഡിംഗ് ഉണ്ടാകും. മാത്രമല്ല നല്ല വയറുവേദനയും ഉണ്ടാകും. സർ, ഇതിനൊക്കെ മൊത്തം എത്ര ചെലവാകും? ഡിപ്പെൻസ് അപ്പോൺ ദ ഹോസ്പിറ്റൽ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപ ചെലവാകും. ഓക്കെ സർ, ഞാൻ എങ്ങനെയെങ്കിലും അമൗണ്ട് റെഡിയാക്കാം. സാർ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം എന്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്റെ ഈശ്വര, ഞാൻ ഇവിടെ വരുന്ന ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഇത്രയും സ്മാർട്ടായി നീ ചതിക്കപ്പെട്ടല്ലോ. നിങ്ങൾ ഓട്ടോയിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ആയ ഫോൺ എങ്ങനെ ഓണായി? ഇങ്ങോട്ട് വാ. സാറേ, അപ്പോൾ മുതൽ നിന്റെ ഫോൺ ലൈനിലുണ്ട്. ദാ കേട്ടോ, നീ പുറത്തു പോയി അകത്ത് വരുന്നതിന് മുമ്പ് നിന്റെ ഫോണിൽ നിന്ന് PC-യോട് സംസാരിച്ചിട്ടാ ആ ഫോൺ നിനക്ക് ഞങ്ങൾ തിരിച്ചു തന്നത്. പോലീസായാലും കൂട്ടുകാരനായാലും പോലീസിന്റെ ജോലി ചെയ്താലേ പോലീസിന് വിലയുണ്ടാവും. അതിനു വേണ്ടിയാ ഇതൊക്കെ. നാം ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അത് എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നീ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. നിന്റെ അമ്മയ്ക്ക് മഞ്ജു ചേച്ചി നല്ല ആളാണ്. മഞ്ജു ചേച്ചിക്ക് നീയും വളരെ നല്ല ആളാണ്. സോ നിന്റെ എല്ലാ കേസും ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ. താങ്ക്സ് ഗൗതം. എന്താ അങ്ങനെ ഒക്കെ ഭംഗിയായി, പക്ഷേ എന്റെ കാര്യം എന്താ? ഹലോ ഡയറക്ടർ സർ, നിങ്ങൾക്ക് എന്താ എന്റെ ഡേറ്റ് അല്ലേ വേണ്ടത്? ഞാൻ തന്നെ തരാം. ബട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്. എന്താ പറഞ്ഞോളൂ മാഡം. നിങ്ങളുടെ സിനിമയിൽ ഞാൻ ഹീറോയിൻ ആവണമെങ്കിൽ സമർ സാറിനെ ഹീറോ ആക്കണം. അതിൽ ഇൻസ്പെക്ടറിന്റെ ക്യാരക്ടർ ആരാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ഗൗതം സാർ തന്നെ ചെയ്യണം. ഇത്രയും ആർട്ടിസ്റ്റ് വേണമെങ്കിൽ ഡയറക്ടർ കോംപ്രമൈസ് ആയേ പറ്റൂ. പക്ഷേ ഡയറക്ടറോട് ചോദിക്കാതെ ഒക്കെ നീ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യാണല്ലോ. രണ്ടാമത്തെയോ? ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞങ്ങൾ എല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമയ്ക്ക് സമർ താന്ന് തന്നെ പേരിടണം. അത് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണോ കണ്ടത് അതൊക്കെ ആ സിനിമയിൽ ഉണ്ടാവും. എന്താ ഇത്? ടൈറ്റിലും സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ഒക്കെ നീയാണല്ലോ. ഈശ്വര, എന്റെ ഒരു ഗതികേട് നോക്കണേ. ഓക്കെ മാഡം. എന്റെ അമ്മോ, അവസാനം ഒരു പടം ഓക്കെയായി. ഇനി ഒരു 6 മാസം നല്ല ഫുഡെങ്കിലും കഴിക്കാം. ശരി, ഓക്കെ. ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? നമ്മൾ മഞ്ജു ചേച്ചി എപ്പോഴാണ് ഡിസ്ചാർജ് ആവുമെന്ന് പോയി ചോദിക്കാം. നിങ്ങളുടെ ഫോൺ വാങ്ങിച്ചോളൂ ഡയറക്ടർ സാറേ. അയ്യോ, മറന്നുപോയി സാറേ. മഞ്ജു ചേച്ചി, മഞ്ജു ചേച്ചി, എല്ലാവരും ഇത് എവിടെ? മഞ്ജു ചേച്ചി, മഞ്ജു ചേച്ചിനെ കാണുന്നില്ല. എവിടെ പോയി? എന്തോടെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന? അപ്പുറത്തേക്ക് പോയി നോക്ക്. ഇല്ലേ? ഉണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? അവരിവിടെയും ഇല്ലല്ലോ. ഏയ്, ബഹുമാനം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോടെ നിനക്ക്? സാർ, അത് ബഹുമാനം നല്ല സാറേ, അനുവാദം എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്ക് പറഞ്ഞു തരുവാണെന്നേ. ഈ സമയത്ത് ഇതുപോലെയൊക്കെ ചിന്തിക്കണോ? വേണ്ട കേട്ടോ. ഓ, ആരെങ്കിലും പറഞ്ഞാൽ തല്ലിക്കൊല്ലും. ഡോണ്ട് വറി മഞ്ജു ചേച്ചി, നല്ലവരെ എപ്പോഴും ദൈവം കൈവിടാറില്ല. എന്നാ പോയാലോ? ശരി, പതുക്കെ എഴുന്നേൽക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118
ക്യാമറ ക്ലാപ്പ് ഔട്ട് ആക്ഷൻ ട്രോളി ഡയലോഗ്. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നമുക്കൊരു നല്ല കാര്യം നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലത് ചെയ്യണം.